വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. ലൂക്കോസ് സുവിശേഷം 23-ാം അധ്യായം 33-34 വാക്യങ്ങളോടൊപ്പം ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം 51-52 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ഉൽപ്പത്തി 41-ലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതിന് മുൻപ് ലൂക്കോസ് വിശേഷം 23-ാം അധ്യായം ബൈബിളിലുള്ള എല്ലാവരും തുറന്നാട്ടെ. ലൂക്കോസ് 23, 33, 34 വാക്യങ്ങൾ ശബ്ദമുയർത്തി നമുക്ക് ഒരുമിച്ച് വായിക്കാം. ശബ്ദമുയർത്തി വായിക്കാം. തലയോടിരം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവൃത്തിക്കാരെയും ഒരുത്തനെ വലതും ഒരുത്തനെ ഇടതുമായി ക്രൂശിച്ചു. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവൻ്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ട് നിന്നു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. 34-ാം വാക്യത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ ആ വാചകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. സ്തോത്രം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. കടന്നു വന്നാട്ടെ. ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 51, 52 വാക്യങ്ങൾ. ഉൽപ്പത്തി 41, 51, 52 വാക്യങ്ങൾ. എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനമൊക്കെയും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് യോസെഫ് തൻ്റെ ആദ്യജാതന് മനശ്ശെ എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് എഫ്രീം എന്ന് പേരിട്ടു. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി, ഈ നല്ല രാത്രി നമുക്ക് കേൾക്കുന്നതായ ദൂതൻ്റെ തലക്കെട്ടതാണ് ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ഫൊർഗിവ്നെസ്. ക്രൂശ് ഒരു ക്ഷമയുടെ സ്ഥലമാണ്. ക്രൂശ് ഒരു ക്ഷമയുടെ സ്ഥലമാണ്. ഇന്നലെ നമ്മൾ കേട്ടു, ക്രൂശ് അത്ഭുതങ്ങളുടെ സ്ഥലമാണ്. ആമേൻ പറഞ്ഞേ. ക്രൂശ് അത്ഭുതങ്ങളുടെ സ്ഥലമാണ്. ക്രൂശിൽ വെച്ച് ഇരുപക്ഷത്തെ നിരപ്പാക്കി, ഇരുപക്ഷത്തെ ഒന്നാക്കി. സോ ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് റിക്കൺസിലിയേഷൻ. ക്രൂശ് നിരപ്പിൻ്റെ സ്ഥലമാണ്. ക്രൂശ്, സ്തോത്രം, ശത്രുവിനെ പരാജയപ്പെടുത്തിയ ജയത്തിൻ്റെ സ്ഥലമാണ്. എന്നിങ്ങനെയൊക്കെ ധാരാളം ദൂതുകൾ ക്രൂശിനെ കുറിച്ച് ജീവിതകാലം മുഴുവൻ നമുക്ക് പറഞ്ഞിട്ടിരിക്കാൻ കഴിയും. എത്ര പ്രസംഗിച്ചാലും തീരാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരിക്കൽ കൂടെ ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരിക്കൽ കൂടെ, എത്ര പ്രസംഗിച്ചാലും തീരാത്തതാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ഇന്നലകളിൽ ജീവിച്ചിരുന്നവർ, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, കാലമുണ്ടെങ്കിൽ നാളെ ജനിച്ച് ജീവിച്ചിരിക്കുന്നവർ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേർത്ത് ആകാശത്തെ പേപ്പറാക്കി, സമുദ്രജലത്തെ മഷിയാക്കി, വൃക്ഷലതാദികളെ വെട്ടി പേനയാക്കി എഴുതിയാലും അവിടെ നാവ് കൊണ്ട് പറഞ്ഞാലും തീരാത്തതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. പലപ്പോഴും ഈ തലമുറയ്ക്ക് പറ്റിയതായ കുഴപ്പമെന്ന് പറയുന്നത്, പലരും സ്തോത്രം അത് യേശുവിനെ മാറ്റി നിർത്തി വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും ഒക്കെ പറയുന്നത് കൊണ്ട് സഭ വല്ലപ്പോഴും ക്വാളിറ്റി നഷ്ടപ്പെട്ട് ക്വാണ്ടിറ്റിയിൽ അങ്ങ് വലുതായി. ഒരിക്കൽ കൂടെ, ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ട് ക്വാണ്ടിറ്റിയിൽ വലുതായി. പക്ഷെ നമ്മൾ ഈ തലമുറയിൽ ശ്രദ്ധിക്കേണ്ടത് ക്വാണ്ടിറ്റി അല്ല, കർത്താവിൻ്റെ ക്വാളിറ്റി. ദൈവജനത്തിൽ പറയുന്നവരിൽ കേൾക്കുന്നവരിൽ വെളിപ്പെടുവാൻ യേശുവിനെ കുറിച്ച് കേട്ടേ മതിയാകത്തുള്ളൂ. ക്രൂശ് ഒരു അത്ഭുതത്തിൻ്റെ സ്ഥലമാണ്. ക്രൂശ് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഫൊർഗിവ്നെസ്. ക്രൂശ് ഒരു ക്ഷമയുടെ സ്ഥലമാണ്. സഹോദരി സഹോദരന്മാരെ, ക്ഷമയെന്ന് പറയുന്നത് നിങ്ങളുടെ ബലഹീനതയല്ല. ക്ഷമ വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ ബലമാണ്. ഞാൻ ആരോടേലും ക്ഷമിക്കുന്നെങ്കിൽ, അയ്യോ അവൻ പാവം, അവൻ ബലഹീനൻ, അവൻ തൊട്ടാവാടി, അതുകൊണ്ട് അവൻ ക്ഷമിച്ചു എന്നല്ല പറയേണ്ടത്. പകരം ആ മറ്റവനേക്കാൾ അവൻ ബലമുള്ളവനായതുകൊണ്ടാണ് അവന് ക്ഷമിപ്പാൻ കഴിയുന്നത്. ബലമുള്ളവർക്ക് മാത്രമേ, ശക്തന്മാർക്ക് മാത്രമേ, ഉന്നതങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. മറ്റുള്ളവരെക്കാൾ ഞാൻ ചെറിയവനാകണമെങ്കിൽ ക്ഷമിക്കാതെ ജീവിച്ചാട്ടെ. പകരം മറ്റുള്ളവൻ എത്ര ഭാരപണിതാലും, നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ, മറ്റവൻ എത്ര കൂടെ നിന്ന് ചോദിച്ചാലും, മറ്റുള്ളവർ എന്തൊക്കെ കാണിച്ചാലും അവരോട് ക്ഷമിച്ച് ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ പിൻപിലല്ല, അവരുടെ മുൻപിലായിരിക്കും നിങ്ങൾ. കാരണം ക്ഷമിക്കുക എന്നത്
ക്ഷമിക്കുക എന്നത് നെയ്യാറ്റിൻകര കോടതിയിലോ അപ്പുറത്തെ പോലീസ് സ്റ്റേഷൻ്റെയോ സ്വഭാവമല്ല. ക്ഷമയെന്ന് പറയുന്നത് ഈ വിശുദ്ധ പുസ്തകത്തിൻ്റെ ഉടമസ്ഥനായ ദൈവത്തിൻ്റെ സ്വഭാവമാണ് ക്ഷമ എന്ന് പറയുന്നത്. ജോർജ് പാർസനായി സ്തോത്രം. വർഷങ്ങൾക്ക് ശേഷം കാണാൻ തക്കോണം കർത്താവ് നൽകിയ ഭാഗ്യത്തിനോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോർജ് പാസ്റ്റർ എല്ലാ ആഴ്ചയും ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും ദൈവം സ്തോത്രം അതെ ഞങ്ങളെയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസ് ഇന്ന് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യും. കുഴപ്പമില്ലല്ലോ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. മെനക്കെട്ട് വന്നതിന് ഒരു ശുശ്രൂഷ തന്നല്ലോ. അപ്പം ക്ഷമിക്കുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്വഭാവമല്ല, CSI സ്വഭാവമല്ല, കത്തോലിക്കൻ്റെ സ്വഭാവമല്ല, പെന്തിക്കോസിൻ്റെ സ്വഭാവം അല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് പറമക്കളെ ആരുടെ സ്വഭാവമാണ്? നിങ്ങൾ എൻ്റെ കളർ ഷർട്ടും കണ്ടിങ്ങനെ നോക്കിയിരുന്നാൽ കാര്യം നടക്കത്തില്ല. വാ തുറന്ന് സ്തോത്രം പറഞ്ഞേ പറ്റത്തുള്ളൂ. സ്തോത്രം. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് സിനായ് മലയിലേക്ക് മോശ കയറി ചെന്ന് ദൈവത്തിൽ നിന്ന് നേരിട്ട് ദൈവത്തിൻ്റെ കൽപ്പന പ്രാപിക്കുകയായിരുന്നു. സ്തോത്രം. 10 കൽപ്പന തുടർന്നുള്ളതായ പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ പഞ്ചഗ്രന്ഥങ്ങളുടെ നിർദ്ദേശങ്ങൾ സ്തോത്രം അതെ ഉടമ്പടികൾ, പ്രമാണങ്ങൾ, ചട്ടങ്ങൾ, നിയമങ്ങൾ ഒക്കെ ദൈവത്തിൽ നിന്ന് മോശ നേരിട്ട് പ്രാപിക്കുകയാണ്. സ്തോത്രം. അതിങ്ങനെ പ്രാപിക്കുമ്പോൾ ആ വലിയവനായ ദൈവം സിനായ് മലയിൽ ഇറങ്ങി നിൽക്കുകയാണ്. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ സൗദി അറേബ്യയിലെ ആ മല കരിഞ്ഞു കിടക്കുന്നത് കാണാൻ കഴിയും. അത് കഴിഞ്ഞ ആഴ്ച ആരാണ്ട് പുല്ലിന് തീയിട്ടപ്പെടല്ല, 4000 വർഷങ്ങൾക്ക് മുമ്പ് തീ ഇറങ്ങി കരിഞ്ഞതാണ്. വാസ്തവമായി ഇന്ന് ആ സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ താഴ്വരയിൽ 12 നീരുറവയുടെ സ്തോത്രം അതേ ഏകദേശം ലക്ഷണങ്ങളുണ്ട്. അതിനപ്പുറത്ത് 70 ഈന്തപ്പനയുടെ ലക്ഷണങ്ങൾ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന് കുറച്ചപ്പുറത്ത് പൊട്ടി നിൽക്കുന്ന ഒരു മനോഹരമായ പാറ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 കൊരിന്ത്യർ 10 പൗലൂസ് പറഞ്ഞിരിക്കുന്നത് ആ പാറ ക്രിസ്തു തന്നെ. ആ പ്രദേശം കണ്ടു കഴിഞ്ഞാൽ ഈ പുസ്തകം കഥാപുസ്തകമല്ല, 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് വാസ്തവമെന്ന് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഇന്ന് സൗദി പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും കീഴിലാണ് അത്. എന്തെങ്കിലും ചെന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. 4000 വർഷങ്ങൾക്ക് മുമ്പ് മോശെ വിളിച്ച ആ പർവ്വതത്തിൽ കയറി സർവശക്തനായ ദൈവം ആ മലയിൽ ഇറങ്ങുകയാണ്. ദൈവം ആ മലയിൽ ഇറങ്ങുമ്പോൾ ഒരു കുഞ്ഞാട് തുള്ളുന്നത് പോലെ സിനായ് മല തുള്ളുവാൻ തുടങ്ങി. ആകാശം തൊടത്തക്ക രീതിയിൽ, ആകാശം സ്പർശിക്കത്തക്ക വിധത്തിൽ തീ കത്തി പടരുകയുണ്ടായി. ഭയങ്കരമായി കാഹളനാദം ഉയർന്നു വന്നു. കത്തുന്ന തീയ്, കാഹളനാദം, ഭൂമി കുലുക്കം, ഇതൊക്കെ കണ്ടിട്ട് ജനം മാത്രമല്ല, ദൂരെ നിൽക്കുന്ന ജനം മാത്രമല്ല, അടുത്ത് നിൽക്കുന്ന മോശയും പറഞ്ഞു, ഞാൻ ഭയപ്പെട്ടു പോയി. ദൈവം നന്നായി കൽപ്പന പറയുകയാണ്. ദൈവം പറഞ്ഞു, മേലെ ആകാശത്തിൽ താഴെ ഭൂമിയിൽ, ഭൂമിക്ക് താഴെ പാതാളത്തിലുള്ള, ഭൂമിക്ക് താഴെ സമുദ്രത്തിലുള്ള ഒന്നിൻ്റെയും പ്രതിമയരുത്. ശബദനാളെ നീ ശുദ്ധീകരിക്കുക. നാളെ ഞായറാഴ്ചയാണ്, എല്ലാവരും പറഞ്ഞാട്ടെ. ശബദനാളെ ശുദ്ധീകരിക്കുക. സ്തോത്രം. അതിനർത്ഥം ആരാധന മുടക്കല്ലെന്നാണ് ദൈവം പറഞ്ഞത്. സ്തോത്രം. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. പിള്ളേരാരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ ചുമ്മാ വിചാരിച്ചു. എന്നിങ്ങനെ 10 കൽപ്പന എണ്ണി കർത്താവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്തോത്രം മോശ ഭയപ്പെട്ടു പോയി. ഇതൊന്തൊരു ദൈവമാണ്, ഭയങ്കരനായ ദൈവം. എന്നാൽ ആ സമയത്ത് ദൈവം പറഞ്ഞു, സ്തോത്രം. പുറപ്പാട് പുസ്തകം 34:7 പറഞ്ഞു, ഞാൻ അകൃത്യങ്ങളെയും അതിക്രമങ്ങളെയും ക്ഷമിക്കുന്നവനാണ്. ഒരിക്കൽ കൂടെ, ഞാൻ അതിക്രമങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ക്ഷമിക്കുന്നവനാണ്. അർത്ഥം ഇന്ന് രാത്രി വളരെ ശ്രദ്ധിക്കുക. ദൈവം ഭയങ്കരനാണ്, മഹാനാണ്, കത്തുന്ന തീയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിരട്ടി സുവിശേഷം പറയുന്ന പലരുണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഇന്ന് രാത്രി പുസ്തകത്തിൽ പറയുന്നത് ഇത് വിരട്ടൽ സുവിശേഷമല്ല, ഇത് ഭീഷണി സുവിശേഷമല്ല, ഇത് തേജസ്സിൻ്റെ സുവിശേഷമാണ്. ഒരിക്കൽ കൂടെ, വിരട്ടൽ സുവിശേഷമല്ല, ഭീഷണി സുവിശേഷമല്ല, തേജസ്സിൻ്റെ സുവിശേഷമാണ്. എൻ്റെ വേറൊരു പേരാണ് രാജ്യത്തിൻ്റെ സുവിശേഷം, എൻ്റെ വേറൊരു പേരാണ് കൃപയുടെ സുവിശേഷം. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്നു. സ്തോത്രം. സഹോദരി സഹോദരന്മാരെ, ആ സുവിശേഷങ്ങൾ ഉടമസ്ഥനായ കർത്താവ് സ്തോത്രം മോശെ നോക്കി പറഞ്ഞു, മോശെ എൻ്റെ അധരത്തിൽ കൽപ്പനയാണെങ്കിലും എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ ക്ഷമയാണ്, എൻ്റെ ഹൃദയത്തിൽ മുഴുവൻ സ്നേഹമായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നവനാണ്. അർത്ഥം പുസ്തകം പറയുന്നു, അകൃത്യങ്ങളെ ഓർമ്മ വെച്ചെങ്കിൽ നീ ഞാനും പണ്ടേ തട്ടിപ്പോകുമായിരുന്നു. അകൃത്യങ്ങളെ ദൈവം ഓർമ്മ വെച്ചെങ്കിൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ആഴ്ച, സ്നാനപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം പണ്ടേ തട്ടിപ്പോകുമായിരുന്നു. എന്നാൽ നമ്മൾ നിൽക്കുന്നത് നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ മണ്ണിനല്ല, ദൈവത്തിൻ്റെ ക്ഷമയിലാണ്, ദൈവകൃപയാൽ നിൽക്കുന്നത്.
കർത്താവിൻ്റെ കൃപയാൽ സ്തോത്രം ദൈവത്തിൻ്റെ ജനമാകുന്നതായ നാം സ്തോത്രം ക്ഷമിക്കുന്നവനായ ഒരപ്പനെയാണ് സ്നേഹിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം പിന്നെയും അങ്ങ് പാപം ചെയ്തോളാം എന്ന ലൈസൻസ് അല്ല ഞാൻ നിങ്ങൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. എവിടെയാണോ പാപം ചെയ്യുന്നത് ആ പാപത്തെ ദൈവം വെറുക്കുന്നു. പാപത്ത് ഒരിക്കലും പോളിഷ് ചെയ്യല്ല, പാപത്ത് ഒരിക്കലും സ്തോത്രം അതെ പോളിഷ് ചെയ്യല്ല, പാപത്തെ പാസിഫൈ ചെയ്യരുത്, പോളിഷ് ചെയ്യല്ല. പകരം പാപം നിന്നെ തകർക്കുന്നതാണ്. എന്നാൽ പാപം എവിടെയാണോ നിന്റെ ജീവിതത്തിൽ വരുന്നത് ഓടിക്കൊള്ളണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓടിപ്പോയി പറയണം, അപ്പാ ഞാൻ നിന്നോട് പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ. ദൈവത്തിൻ്റെ മുൻപിൽ അങ്ങ് വീണോളണം. ദൈവത്തിൻ്റെ മുൻപിൽ വീണ് പറയണം, എനിക്ക് തെറ്റിപ്പോയി, എൻ്റെ കണ്ണിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ചിന്തയിൽ, എൻ്റെ രഹസ്യത്തിൽ, എൻ്റെ പരസ്യത്തിൽ ഞാൻ തെറ്റിപ്പോയി. വേണ്ട വേണ്ട വേണ്ട, ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല, ദൈവം ദൈവമാണ്. ദൈവം പ്രതികാരമുള്ളവനല്ല. ദൈവം സ്തോത്രം അതേ ക്ഷമിക്കുന്നവനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. പലർക്കും പറ്റുന്നതായ ഏറ്റവും വലിയ കുഴപ്പം, നശിച്ച എല്ലാവർക്കും പറ്റുന്നതായ കുഴപ്പം, സ്വന്തം കുറ്റം അവർ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കത്തില്ല. അവർ മറ്റുള്ളവനിലേക്ക് പഴിചാരും. അവൻ ശരിയല്ല, അതുകൊണ്ടാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത്. സ്തോത്രം അവൻ ചെറിയ ഗ്രൗണ്ടിലാണ് മീറ്റിംഗ് വെച്ചത്, ഞാൻ അങ്ങനെ പറയത്തില്ല കേട്ടോ. സ്തോത്രം അവൻ ഇങ്ങനെയായി, അതേ മൈക്കിന് വോളിയം തന്നില്ല, ആ പാസ്റ്റർ എന്നെ വളർത്തിയില്ല, ആ കൊയറിൽ എന്നെ പാടാൻ സമ്മതിച്ചില്ല, ആ കൊച്ചപ്പൻ എന്നെ വളർത്തിയില്ല, എൻ്റെ ബന്ധുക്കൾ ശരിയല്ല, എൻ്റെ സാറെന്നെ പഠിപ്പിച്ചില്ല എന്ന് മറ്റുള്ളവർ നീ വിരൽ ചൂണ്ടുമോ നീ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് താണുകൊണ്ടിരിക്കും. എപ്പോഴാണോ സ്വന്തം കുറവുകളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ ഉയരുന്നത്, ഒരിക്കൽ കൂടെ സ്വന്തം കുറവുകളെ കുമ്പസാരപ്പെട്ടിയിലല്ല ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റുപറയുന്നത്, നീ ഉയർന്നുകൊണ്ടേയിരിക്കും. ആദാം പാപം ചെയ്തു, ഹവ്വ നിമിത്തം ആദാം പാപം ചെയ്തു. മഹോന്നതനായ പാപമില്ലാത്തവനായ ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് സ്തോത്രം, ആദാമേ നീ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ആദാം സ്തോത്രം അടുത്ത് നിന്ന് പെണ്ണുപിള്ളയിലേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, ഞാൻ പെർഫെക്റ്റാണ് കർത്താവേ. സ്തോത്രം എവളാണ് കുഴപ്പം? അവളോട് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, ഞാൻ പെർഫെക്റ്റാണ് കർത്താവേ, മറ്റേ പാമ്പാണ് കുഴപ്പം. സ്തോത്രം ബ്ലെയിം ഗെയിം എന്ന് ഇംഗ്ലീഷിൽ പറയും, കുറ്റം പറയുന്നത്, മറ്റുള്ളവരിലേക്ക് പഴിചാരുന്നത്. ശബ്ദം ഉയർത്തി പറഞ്ഞാൽ എന്തോ ചാരുന്നത്? പഴിചാരുന്നത്, മറ്റുള്ളവർക്ക് പഴിചാരുന്നത്. എല്ലാ കളിയിലും നമുക്ക് ജയിക്കാം, പക്ഷേ ഈ പഴിചാരുന്ന കളിയിൽ ജീവിതമേ തോറ്റുപോകും. അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പഴിചാരുന്ന പരിപാടി നിർത്തി 51 സങ്കീർത്തനം പറയുന്നത് പോലെ ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു എന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ വല്ലവൻ്റെയും തോളിൽ ചാരാതെ സ്വന്തം കുറ്റങ്ങളെ, സ്വന്തം പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുമ്പോൾ അന്ന് മുതൽ അവിടെ മുതലാണ് ജീവിതം നന്നാകുന്നത്. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇന്നലെ രാത്രി ഗംഭീരമായി നമ്മൾ അതേ ആരാധിച്ച് സന്തോഷിച്ച് സെലിബ്രേറ്റ് ചെയ്ത രാത്രിയാണ്. പക്ഷേ ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ശുശ്രൂഷയല്ല. ഇന്ന് രാത്രി ആഴമായൊരു ശുശ്രൂഷയുടെ പകർച്ച, നിങ്ങളെ മുറിവുകളെ കെട്ടുന്ന, നിങ്ങളുടെ അകത്തിരിക്കുന്ന അഴുക്കുകളെ പുറത്ത് കളയുന്ന, ഇന്ന് രാത്രി അടുത്തൊരു മണ്ഡലത്തിലേക്ക് നിങ്ങളെ പണിത് കയറ്റുന്ന ഒരു വ്യത്യസ്തമായ ശുശ്രൂഷയിലേക്കാണ് കർത്താവ് ഇന്ന് രാത്രി നമ്മെ നയിപ്പാൻ പോകുന്നത്. കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരിക്കലും ചിന്തിക്കില്ല, പ്രൊഫറ്റിക്കലി പ്രവചനാത്മാവിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ കടന്നു വരുമ്പോൾ ഇന്നലത്തെ പോലെ ആയിരിക്കത്തില്ല, ഇന്നത്തെ പോലെ ആയിരിക്കത്തില്ല, നാളെ അടുത്ത പ്രാവശ്യം ഇതുപോലെ ആയിരിക്കത്തില്ല. സ്തോത്രം നദി ഇഷ്ടമുള്ളിടത്തേക്ക് ഒഴുകുന്നത് പോലെ കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. ദൈവത്തിൻ്റെ ആത്മാവം ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ പകരുമാറാകട്ടെ. മറ്റുള്ളവരിലേക്ക് പഴിചാരാതെ സ്വന്തം കുറ്റം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ്, അവിടെയാണ് ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ആരംഭിക്കുന്നത്. സ്തോത്ര ഫറവോന്റെ മുൻപിൽ മോശ നിന്ന് യഹോവയാം ദൈവം കൽപ്പിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫറവോൻ തിരിച്ചു ചോദിച്ചു, യഹോവ ആരാണ്? ദൈവത്തിന് മുൻപിൽ താഴ്ത്തിയില്ല. ആദാം ദൈവത്തിന് മുൻപിൽ താഴ്ത്തിയില്ല. ഹവ്വ ദൈവത്തിന് മുൻപിൽ താഴ്ത്തിയില്ല. ഫറവോൻ ദൈവത്തിന് മുൻപിൽ താഴ്ത്തിയില്ല. ദൈവത്തിന് മുൻപിൽ താഴ്ത്താത്ത ഫറവോൻ അതേ ചെങ്കടലിന്റെ അടിത്തട്ടിൽ താഴ്ത്തപ്പെട്ടു. എന്നാൽ നീ താഴ്ത്തപ്പെടേണ്ടവനല്ല, നീ തകർക്കപ്പെടേണ്ടവനല്ല. നിന്റെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിവുള്ളവനായൊരു ദൈവമുണ്ട്. 1 യോഹന്നാൻ 1:7 പറയുന്നു, നമ്മുടെ പാപങ്ങളെ നാം മറയ്ക്കുന്നു എങ്കിൽ സ്തോത്രം നമുക്കൊരിക്കലും ശുഭം വരികയില്ല. അവ ഏറ്റുപറഞ്ഞ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉപേക്ഷിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമ്മുടെ പാപങ്ങളെ ക്ഷമിപ്പാൻ കഴിവുള്ള മഹാപുരോഹിതനാകുന്ന കർത്താവ് നമുക്കായി ജീവിക്കുന്നു. ഒരു നടന്ന സംഭവം പറഞ്ഞ് ഞാൻ പറയട്ടെ. സ്തോത്രം ദൈവമായ കർത്താവ് നിന്റെ പാപത്തെ ക്ഷമിപ്പാൻ ആഗ്രഹിക്കുന്നു, നിന്റെ കുറവുകളെ ക്ഷമിപ്പാൻ ആഗ്രഹിക്കുന്നു. അല്ലാതെ കഴിഞ്ഞ വർഷം നീ ഇങ്ങനെയായിരുന്നു, കഴിഞ്ഞ മാസങ്ങൾ നീ ഇങ്ങനെ
എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് പാപത്തിൻ്റെ കുമ്പാരങ്ങൾ, പാപത്തിൻ്റെ ലിസ്റ്റ് വെച്ച് നിന്നെ ദണ്ഡനത്തിൽ നിന്ന് ദണ്ഡനത്തിലേക്ക്, കുറ്റാരോപണങ്ങളിൽ നിന്ന് കുറ്റാരോപണങ്ങളിലേക്ക് തള്ളിവിടുന്നവനല്ല കർത്താവ്. പകരം ദൈവം ക്ഷമിക്കുന്നവനാണ്, ദൈവം നിന്റെ പാപത്തെ മറക്കുന്നവനുമാണ്. ഒരു നടന്ന സംഭവം പറയും. അമേരിക്കൻ ഐക്യനാടിൽ ഒരു നല്ല ക്രൈസ്തവ കുടുംബത്തിൽ ഒരു യുവാവ് ജനിച്ചു വളർത്തപ്പെടുകയുണ്ടായി. പ്രാർത്ഥനയും ദൈവകൃപയും സഭയും ആരാധനയും ഒക്കെ ഉള്ളതായ ആ നല്ല കുടുംബത്തിൽ നിന്ന് 12ാം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 13ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവന് വേറൊരു കോളേജിൽ അവന് അഡ്മിഷൻ ലഭിക്കുകയുണ്ടായി, മറ്റൊരു പട്ടണത്തിൽ. വീട്ടിൽ നിന്ന് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് പല കുട്ടികളെയും തനി നിറം പുറത്തു വരുന്നത്. യവനിലും അത് തന്നെ വെളിപ്പെട്ടു. ഇവൻ മയക്കുമരുന്നിൻ്റെ റാക്കറ്റിൽ ചെന്നുപെട്ടു. മയക്കുമരുന്ന് ഉപയോഗിക്കുവാൻ തുടങ്ങി. അവസാനം പോലീസ് അറസ്റ്റ് ചെയ്തു. അമേരിക്കയിലും അത് വലിയ കുറ്റമാണ്. അവൻ ജയിലിലേക്ക് വീഴ്ത്തപ്പെട്ടു. ജയിലിലേക്ക് വീഴ്ത്തപ്പെട്ടുപോലും കുടുംബം ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, അവനെ തള്ളിക്കളയല്ലേ, നീ അവനോട് സംസാരിക്കണമേ, നീ അവനെ തൊടണമേ, നീ അവനെ വിടിവിക്കണമേ. ഇന്ന് രാത്രിയിലും കെണികളിൽ കിടക്കുന്ന ഏതോ വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി ഈ പന്തൻ കീഴിലേക്ക് ആരോ കരയുന്നുണ്ട്. ഞാൻ ഇന്ന് രാത്രി ദൈവകൃപയാൽ വിളിച്ചു പറയട്ടെ, നിന്റെ കണ്ണുനീർ ഒരിക്കലും വൃഥാവല്ല. ഏത് കണ്ണുകൊണ്ടാണോ നീ കരഞ്ഞത്, ആ വ്യക്തികളിൽ ദൈവിക വിടുതൽ നടക്കുന്നത് കാണുവാൻ പോകുകയാണ്. അങ്ങനെ ഈ കുടുംബം പ്രാർത്ഥിച്ചിട്ടിരിക്കുമ്പോൾ ആ സ്തോത്രം ജയിലിൽ ഒരു ദൈവത്തിൻ്റെ ദാസൻ, ചാപ്ലിൻ എന്ന് പറയും, അവിടെ ശുശ്രൂഷകനായ ഒരുവൻ അതേ ആ ജയിലിൽ കടന്നുപോയി ജയിൽ പുള്ളികളെ ഇങ്ങനെ കൗൺസിൽ ചെയ്യുന്ന രൂപത്തിൽ ഇവനോട് സംസാരിപ്പാൻ തുടങ്ങി. അവൻ പറഞ്ഞു, സ്തോത്രം, ഞാൻ നല്ല കുടുംബത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. ഞങ്ങളെല്ലാം ചർച്ചിൽ വളരെ ആക്റ്റീവാണ്. ദൈവഭക്തിയോടെയാണ് എൻ്റെ മാതാപിതാക്കൾ എന്നെ വളർത്തിയത്. പക്ഷേ ഞാൻ കടന്നു വന്ന ആവശ്യമില്ലാത്ത കൂട്ടുകെട്ട് എന്നെ തകർത്ത് കളഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, കൂട്ടുകെട്ട് എന്നെ തകർത്ത് കളഞ്ഞു. നിന്നിൽ ഒരു തീ ഉണ്ടെങ്കിൽ വെള്ളമൊഴിക്കുന്നവനാകല്ല നിന്റെ കൂട്ട്. നീ മങ്ങിക്കത്തുന്ന നിന്നെ മണ്ണെണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് ആളിക്കത്തിക്കുന്നതാകട്ടെ നിന്റെ കൂട്ട്. അവൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകെട്ട് എന്നെ തകർത്ത് കളയുകയുണ്ടായി. അങ്ങനെയാണ് ഈ ജയിലിൽ മയക്കുമരുന്നുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുന്നത്. ആ ദൈവദാസനോട് വീണ്ടും 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 ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. ആഴ്ചകൾ കഴിഞ്ഞ് അവനോട് പറഞ്ഞു, സ്തോത്രം, ചതഞ്ഞോടെ ദൈവം ഓടിക്കുന്നില്ല, പുകയുന്ന തിരിയെ ദൈവം കെടുത്തുന്നില്ല. ചില ദിവസങ്ങൾ കഴിഞ്ഞ് നീ ജയിലിൽ നിന്ന് പുറത്തു വരും. ആഴമായ തീരുമാനത്തോടെ നീ പുറത്തു വരണം. ഇനി മേലാൽ പാപം വേണ്ട, ഇനി മേലാൽ ലോകം വേണ്ട, ഇനി മേലാൽ ദൈവമില്ലാത്ത വഴികൾ നീ നടക്കത്തില്ല എന്ന പൂർണ്ണമായ തീരുമാനത്തോടെ നീ പുറത്തു വരണം. അത് ഫലിച്ചു. അവൻ ആ തീരുമാനമായപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, നീ ഇത്രാം തീയതി പുറത്തു വരികയാണ്, നിൻ്റെ അപ്പൻ്റെ പേർക്ക് നീ ഒരു കത്തെഴുതണം. ആ കത്ത് ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇത്രാം തീയതി ഞാൻ ജയിലിൽ നിന്ന് പുറത്തു വരുന്നു, എന്നെ വീട്ടിൽ നീ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞ് നീ വീട്ടിലേക്കൊരു കത്തെഴുതണം. ആ കത്തിൻ്റെ പൂർണ്ണരൂപം ഇതാണ്: പ്രിയ പപ്പയ്ക്ക് ഞാൻ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയാത്തതായ വലിയ പാപമാണ് ചെയ്തത്. ഇത്രയും ആഴ്ചകൾ ഞാനിതാ ജയിലിൽ കിടന്നു. ഞാനിതാ ഇത്രാം തീയതി പുറത്തു വരികയാണ്. ഞാൻ സ്തോത്രം ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഞാൻ ട്രെയിനിൽ കയറി തിരികെ വരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എൻ്റെ വീട് സ്തോത്രം എനിക്ക് വേണ്ടി തുറന്നിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. പപ്പയുടെ ഹൃദയം, അമ്മയുടെ ഹൃദയം, സഹോദരങ്ങളുടെ ഹൃദയം എനിക്ക് വേണ്ടി തുറന്നാൽ മാത്രമേ എൻ്റെ വീട് എനിക്ക് വേണ്ടി തുറക്കത്തുള്ളൂ. ഞാൻ ട്രെയിൻ വരുന്നതായ പാതയിൽ, ഞാൻ വരുന്ന ട്രെയിനിൻ്റെ പാതയുടെ വലതുവശത്ത് ആ തഴവരയിലാണല്ലോ നമ്മുടെ വീട്. ഞാൻ ട്രെയിനിൽ നിന്ന് നോക്കിയാൽ ആ വീട് എനിക്ക് കാണുവാൻ തക്കോണം കഴിയും. ഒരു പക്ഷേ പപ്പ എൻ്റെ വീട് എനിക്കായി തുറന്നിരിക്കുന്നു എങ്കിൽ, ആ വീട്ടിൽ എനിക്ക് പ്രവേശനമുണ്ടെങ്കിൽ, നമ്മുടെ വീടിൻ്റെ മുൻപിൽ ഒരു ബനിയൻ ട്രീ നിൽക്കുന്നുണ്ട്, ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷത്തിൻ്റെ ശിഖരത്തിൽ ഒരു വെളുത്ത തുവാല നന്നായി കെട്ടിയാൽ എനിക്ക് മനസ്സിലാക്കും, ആ തുവാല കണ്ടിട്ട് മനസ്സിലാക്കും ആ വീട് എനിക്കെതിരെ അടയപ്പെട്ടിട്ടില്ല, ആ വീട് എനിക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്. ആ നിശ്ചിത ദിവസത്തിൽ സ്തോത്രം അതേ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവൻ ആ കത്തിനെ പോസ്റ്റ് ചെയ്തു. ദിവസങ്ങൾ കഴിഞ്ഞു, മണിക്കൂറുകളായി. സ്തോത്രം ആ ദിവസത്തിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയാണ് പൂർണ്ണ തീരുമാനത്തോടെ, മനസ്സന്തരപ്പെട്ടവനായി. പഴയ ദൈവസ്നേഹത്തിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഞാൻ പോകും, ഞാനിനി ലോകത്തിൻ്റെ വഴി ില്ല അപ്പൻ എന്നെ സ്വീകരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, വീട് എനിക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അവനിതാ വിറയ്ക്കുന്ന ഹൃദയവുമായി സ്തോത്രം അതേ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. ആ ട്രെയിനിനകത്ത് കയറിയിരുന്നു. വലതുവശത്തിരുന്ന് നോക്കാൻ ഭയമായത് കൊണ്ട് സെൻട്രൽ സീറ്റിലിരുന്നു. ചുറ്റിരുന്നവരിലേക്ക് ഒന്ന് സ്തോത്രം കണ്ണോടിച്ചു. ഏകദേശം 10-14 സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് തൻ്റെ വീടിനടുത്തുള്ള സ്റ്റേഷൻ വരുന്നത്. സ്തോത്രം തൻ്റെ ചുറ്റുമുള്ള കുറച്ചുപേരെ അവൻ നോക്കിയിരുന്നു. അവസാനം ഒരു 4-5 സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഒരു
നല്ല മാന്യനായ സാർ ഇരിക്കുന്നത് കണ്ടു. ആ സാറിനോട് പറഞ്ഞു, സാറേ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു 4-5 സ്റ്റേഷൻ കഴിയുമ്പോൾ എൻ്റെ വീട് അടുത്ത് വരികയാണ്. എൻ്റെ സ്റ്റോറി ഇതാണ്, എൻ്റെ കഥ ഇതാണ്. ഞാനൊരു കൊള്ളരുതാത്തവനായിരുന്നു, ഞാനൊരു ധൂർത്തുപുത്രനാ, ഞാൻ ജയിലിൽ നിന്നാണ് വരുന്നത്. എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വീട് സ്തോത്രം തുറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം ആ ബനിയൻ ട്രീയിലേക്ക്, ആ വൃക്ഷത്തിലേക്ക് നോക്കുവാൻ എനിക്ക് കെൽപ്പില്ല, എനിക്ക് ധൈര്യമില്ല. സാറൊരു ഉപകാരം ചെയ്യണം. സാറ ജനലിലൂടെ സ്തോത്രം ആ വൃക്ഷത്തെ നോക്കി ഒരു വെള്ള തുണി, ഒരു തൂവാല ആ വൃക്ഷത്തിൽ സ്തോത്രം ഉണ്ടോന്ന് സാറ് നോക്കി പറഞ്ഞു തരണം. എനിക്ക് നോക്കാൻ കരുത്തില്ലാത്തത് കൊണ്ട് സാറ് നോക്കി പറഞ്ഞു തരണം. ആ സാറ് മാന്യനായതുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു, യുവാവേ സാരമില്ല, യങ് മാൻ, ബി ബ്രേവ് ആൻഡ് ബ്രില്യൻ, നീ നന്നായിരിക്കുക, ധൈര്യത്തോടെ ആയിരിക്കുക, ഞാൻ നോക്കി പറഞ്ഞു തരാം. വീണ്ടും സ്റ്റേഷൻ മുന്നോട്ട് പോകുകയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് അവന് തന്നെ നന്നായി കേൾക്കാം. അത്രയ്ക്ക് ടെൻഷനിലിരിക്കുകയാണ്. അടുത്ത സ്റ്റേഷൻ കഴിഞ്ഞ് അതിനടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. ഈ 2 സ്റ്റേഷനിടയ്ക്കാണ് ആ വളവും തൻ്റെ വീടിന് മുൻപിൽ ഉള്ളതായ ബനിയൻ ട്രീയും തൻ്റെ ഭവനവും കാണുവാൻ വേണ്ടി പോകുന്നത്. താൻ അവസാനം പറഞ്ഞു, സാറേ ഇതാണ് സ്ഥലം, ഇതാ സ്തോത്രം അവസാനത്തെ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ ആ തൂവാല അവിടെ ഇല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ ജീവിതകാലത്ത് ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ എങ്ങോട്ടോ പോകുകയാണ്. സ്തോത്രം. സാറ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ. സാറ് പറഞ്ഞു, ഞാൻ നോക്കട്ടെ. സാറ് നോക്കിയിട്ട് പറഞ്ഞു, ഇതാ കുറേ കെട്ടിടങ്ങൾ കാണുന്നു. അവൻ പറഞ്ഞു, ശരിയാണ്. അവൻ ഇടത്തേക്ക് നോക്കുന്നു, സാറ് വലത്തേക്ക് നോക്കുന്നു. കുറേ കെട്ടിടങ്ങൾ കാണുന്നു, അതെ. കുറേ വീടുകൾ കാണുന്നു, അതെ. കുറേ പാടങ്ങളുണ്ട്, അദ്ദേഹം പറഞ്ഞു. അത് തന്നെ. അടുത്ത് ഒരു താഴ്വര ഇതാ തുടങ്ങിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ആ താഴ്വരയിലാണ് എൻ്റെ വീട്. അതെ, ആ താഴ്വരയിൽ വീട് ഞാൻ കണ്ടു. ആ വീടിൻ്റെ ഷേപ്പ് ഇതാണ്. അതാണ് സർ, എൻ്റെ മുൻപിലുള്ള ബനിയൻ ട്രീ കാണുന്നു സർ. അവൻ പറഞ്ഞു, ആ വൃക്ഷം കാണുന്നു. ആ സാറ് പറഞ്ഞു, വൃക്ഷം കാണുന്നു, പക്ഷെ ഒരു തൂവാല കാണുന്നില്ല, ഒരു തൂവാല കാണുന്നില്ല. ഓ, വെള്ള നിറത്തിലുള്ള 100 കണക്കിന് തൂവാലകൾ, മഞ്ഞ നിറത്തിലുള്ള 100 കണക്കിന് തൂവാലകൾ, നീല നിറത്തിലുള്ള അതേ 100 കണക്കിന് തൂവാലകൾ, പല നിറത്തിലുള്ള 100 കണക്കിന് തൂവാലുകൾ ആ വൃക്ഷം മുഴുവൻ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഒരു തൂവാലയുടെ വൃക്ഷമായി ആ വൃക്ഷം മുഴുവൻ കാണപ്പെടുന്നു. അർത്ഥം ഇതാണ്. അപ്പൻ പറയുന്നു, വെൽക്കം ഹോം, വീട്ടിലേക്ക് സ്വാഗതം. അമ്മ പറയുന്നു, വീട്ടിലേക്ക് സ്വാഗതം. സഹോദരങ്ങൾ എല്ലാവരും പറയുന്നു, വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി 900 പാപം നിന്റെ ജീവിതത്തിലുണ്ടെങ്കിലും there is power in the blood of Jesus. യേശുവിൻ്റെ രക്തത്തിന് ശക്തിയുണ്ട്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. മനുഷ്യൻ ക്ഷമിക്കത്തില്ല കേട്ടോ. ഓ, അപ്പനും അമ്മയ്ക്കും ക്ഷമിക്കത്തില്ല. ചിലപ്പോൾ അവരെ നിന്നെ നോക്കി പറയും, 1956 നീ ഇങ്ങനെയാ ചെയ്തത്, 1965 നീ ഇങ്ങനെയാ ചെയ്തത്. പഴയ കൊച്ചപ്പന്മാർ പറയും 1932 നീ ഇങ്ങനെയാണ് ചെയ്തതെന്ന്. മനുഷ്യൻ ക്ഷമിക്കത്തില്ല, എന്നാൽ എൻ്റെ ദൈവം ക്ഷമിക്കുന്നവനാണ്. ഞാൻ പറയട്ടെ, ആകാശത്തെക്കാൾ വിശാലമാണ് ദൈവത്തിൻ്റെ ഹൃദയം. ആരും മിണ്ടുന്നില്ല. സമുദ്രത്തെ ആഴമുള്ളതാണ് ദൈവത്തിന്റെ ഹൃദയം. ഹല്ലേലൂയ. ദൈവത്തിന് മുൻപിൽ, അപ്പാ ഞാൻ തെറ്റിപ്പോയി, ഇനി എനിക്ക് പാപം വേണ്ട എന്ന് പറയുമ്പോൾ, ഇനി എനിക്ക് കുറ്റം വേണ്ട, ഇനി എനിക്ക് തെറ്റായ ബന്ധങ്ങൾ വേണ്ട എന്ന് പറയുമ്പോൾ ദൈവം നിന്റെ പാപത്തെ ക്ഷമിക്കുന്നു. ആ പാപത്തെ ആഴക്കടലിൽ ദൈവം എറിഞ്ഞു കളയുന്നു. അനുഭവിക്കുന്നവർ, അനുഭവിച്ചിട്ടുള്ളവർ, വിശ്വസിക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിച്ച്. ദൈവം ക്ഷമിക്കുന്നവനാണ്. ദൈവം സ്തോത്രം. നിന്റെ ഇന്നലകളെ, നിന്റെ ഹിസ്റ്ററിയെ കണക്ക് കൂട്ടി നിന്റെ ലക്ഷ്യത്തെ, നിന്റെ ഡെസ്റ്റിനിയെ തകർക്കുന്നവനല്ല. ഒരിക്കൽ കൂടെ, നിന്റെ ഹിസ്റ്ററിയെ കണക്ക് കൂട്ടി നിന്റെ നാളത്തെ ഡെസ്റ്റിനിയെ, നിന്റെ ലക്ഷ്യത്തെ തകർക്കുന്നവനല്ല, നിന്റെ ഹിസ്റ്ററിയെ മായ്ക്കുന്നവനാണ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു നസ്രേത്തിലെ ആശാരി നിന്റെ ഇന്ന് മാത്രമല്ല, നിന്റെ നാളെ മാത്രമല്ല, നിന്റെ തകർന്നു പോയ ഇന്നലകളിലേക്കും ഇറങ്ങിച്ചെന്ന് അതിനെ റിപ്പയർ ചെയ്യുവാൻ കഴിവുള്ളവനാണ്. മനസ്സിലാക്കിയവർ ആമേൻ പറഞ്ഞോട്ടെ. യേശു ഇന്ന് മാത്രമല്ല, അവൻ നാളെ മാത്രമല്ല, നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ തകർന്നു കിടക്കുന്നതായ അനുഭവത്തെ, തകർന്നു പോയ നിന്റെ ജീവിതത്തെ പണിതുയർത്തുന്നവനാണ്. ഈ രാത്രി തകർന്നവനെ, ഉടഞ്ഞവനെ, നഷ്ടം കണ്ടവനെ, ആർക്കും വേണ്ടാത്തവനെ, കുടുംബത്തിന്റെ തലവേദനയായവനെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവനെ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു. ഈ ശബ്ദപരിധിക്കുള്ളിൽ വിഷക്കുപ്പിയുമായി ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതോ ഒരു 32കാരനോട് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. നിന്റെ തകർച്ചയിൽ നിന്ന് യേശുവിനെ വിടിവിപ്പാൻ പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി എല്ലാ ആത്മഹത്യാ ചിന്തകൾ മാറിപ്പോകട്ടെ. വിശ്വസിക്കുന്ന ജനം ശബ്ദമുയർത്തി ആരാധിക്ക്. ഈ ഗ്രൗണ്ടിൽ മാത്രമല്ല വിടുതൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. നിന്റെ ഇന്ന് മാത്രമല്ല, നിന്റെ നാളെ മാത്രമല്ല, ആർക്കും ഇറങ്ങിച്ചെല്ലുവാൻ കഴിയാത്ത നിന്റെ ഇന്നലകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ പണിവാൻ കഴിവുള്ളവനാണ് കർത്താവ്.
അവൻ അകൃത്യങ്ങളെ ഓർമ്മ വെച്ചാൽ ആർക്ക് ദൈവത്തിൻ്റെ മുൻപിൽ നിലനിൽപ്പാൻ കഴിയാം? ആരും പെർഫെക്റ്റ് അല്ല. ഒരു കത്തോലിക്കനും പെർഫെക്റ്റ് അല്ല, ഒരു പെന്തിക്കോസും പെർഫെക്റ്റ് അല്ല, ഒരു സ്തോത്രം CSIയും പെർഫെക്റ്റ് അല്ല, ഒരു പാസ്റ്ററും പെർഫെക്റ്റ് അല്ല, ഒരു പ്രവാചകനും പെർഫെക്റ്റ് അല്ല, ഒരു ബിഷപ്പ് പെർഫെക്റ്റ് അല്ല. ആരും മിണ്ടുന്നില്ല. ഒരു വിശ്വാസിയും പെർഫെക്റ്റ് അല്ല. എന്നാൽ പെർഫെക്റ്റ് ആയ ഒരുവനെ എനിക്കറിയാം. ഹല്ലേലൂയ. അബ്രഹാം കള്ളം പറഞ്ഞവനാണ്. ഓ ഇസഹാക്ക് സ്തോത്രം അതേ ഓ കള്ളം പറഞ്ഞവനാണ്. യാക്കോബ് ചതിയനാണ്. യോസെഫ് വാവിഷ്ണാനം എന്ന് പറഞ്ഞാൽ പറയാൻ പാടില്ലാത്ത പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ കുഴിയിൽ വീണത്. സ്തോത്രം ഏലിയാവ് നിരാശ കുഴിയിൽ വീണവനാണ്. എലീശ കഷണ്ടി തലയനാണ്. പൗലുസിന് ശൂലമുണ്ട്. പത്രോസ് തള്ളിപ്പറഞ്ഞവനാണ്. ആ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകുന്ന വേദപുസ്തകത്തോട് ഒരറ്റം മുതൽ മററ്റം വരെ കുഴപ്പക്കാർ മാത്രമേ ഉള്ളൂ. എന്നാൽ കുഴപ്പമില്ലാത്ത ഒരുവൻ കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ചു. നിന്റെ പാപം നിന്നെ നിന്ന് വിട്ടുമാറുവാൻ. നിന്റെ പേര് റേഷൻ കാർഡിലോ, നിന്റെ പേര് ആധാർ കാർഡിലോ, നിന്റെ പേര് പാസ്പോർട്ടിലോ അല്ല, നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ. ഓ കമാണ് ഒരിക്കൽ കൂടെ നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെടുവാൻ യേശു കർത്താവ് കാൽവരി ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ചു. അവൻ നിന്നെ സ്നേഹിക്കുന്നു. തള്ളുന്ന ലോകത്ത്, തകർക്കുന്ന ലോകത്ത്, വെറുക്കുന്ന ലോകത്ത് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കൽ കൂടെ മറ്റുള്ളവർ തള്ളുന്ന ലോകത്ത് യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ് നിന്നെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുമ്പോൾ പേപ്പർ ഗ്ലാസ് പോലെ നിന്റെ പേര്, നിന്റെ പ്രസിദ്ധി, നിന്റെ നന്മ, നിന്റെ ശരീരം, നിന്റെ പണം, നിന്റെ ശുശ്രൂഷ, ഓ സ്തോത്രം, അങ്ങനെ പലതും നിന്നെ ഉപയോഗിച്ച ശേഷം ലോകം വലിച്ചെറിയുമ്പോൾ ഇന്ന് രാത്രിയിലും ഉടഞ്ഞു പോയ നിന്നെ, തകർന്നു പോയ നിന്നെ പണിതുയർത്തുന്ന ഒരു കർത്താവുണ്ട്. യേശു ക്രൂശിന്മേൽ നിനക്ക് വേണ്ടി മരിച്ചു. അവൻ ക്ഷമിക്കുന്നവനാണ്. ഒരു പള്ളിയും നിനക്ക് വേണ്ടി മരിച്ചില്ല. ഒരു മെത്രാച്ചൻ നിനക്ക് വേണ്ടി മരിച്ചില്ല. ഒരു ബിഷപ്പ് നിങ്ങൾക്ക് വേണ്ടി മരിച്ചില്ല. ഒരു പാസ്റ്ററിനും ഒരു പ്രവാചകനും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഒരു പെന്തിക്കോസ് ഗ്രൂപ്പിന് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി ഉലാവുന്ന യേശു കർത്താവ് നിനക്ക് വേണ്ടി മരിച്ചു. ഒരു കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നമുക്കായി മരിച്ചു. ഒരു കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാടികൾ മേൽ തൂങ്ങി നിന്നു. ഒരു കർത്താവ് രണ്ട് കള്ളന്മാരുടെ നടുവിൽ മൂന്നാടികൾ മേൽ തൂങ്ങി നിന്നപ്പോൾ നാലായി അവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. ആരെങ്കിലും സ്തോത്രം പറയോ? ഒരു കർത്താവ് രണ്ട് കള്ളന്മാർ നടുവിൽ മൂന്നാടികൾ തൂങ്ങി നിന്നപ്പോൾ നാലായവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. ഒരു കർത്താവ് രണ്ട് കള്ളന്മാർ നടുവിൽ മൂന്നാടികൾ മേൽ തൂങ്ങി നിന്നപ്പോൾ നാലായവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം അവൻ ക്രൂശിന്മേൽ തൂങ്ങി നിന്നു. ഒരു കർത്താവ് രണ്ട് കള്ളന്മാർ നടുവിൽ മൂന്നാടികൾ മേൽ തൂങ്ങി നിന്നപ്പോൾ നാലായവന്റെ വസ്ത്രത്തെ പകുത്തെടുത്തു. 5 പ്രധാന മുറിവുകൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. 6 മണിക്കൂർ നേരം അവൻ ക്രൂശിന്മേൽ തൂങ്ങി നിന്ന് 7 മൊഴികളെ അവൻ നിനക്കായി സംസാരിച്ചു. അതുകൊണ്ട് മറ്റൊരുത്തനും രക്ഷയില്ല. ഈ രാത്രി നിന്നെ രക്ഷിപ്പാൻ യേശു കർത്താവിന് മാത്രമേ കഴിയാത്തുള്ളൂ. പള്ളി മാറുന്നത് കൊണ്ട് നീ രക്ഷിക്കപ്പെടുന്നില്ല. ഹല്ലേലൂയ. സ്നാനപ്പെടുന്നത് കൊണ്ട് നീ രക്ഷിക്കപ്പെടുന്നില്ല. സ്തോത്രം. പകരം നീ രക്ഷിക്കപ്പെടുന്നത് യേശു കർത്താവിലെ ക്രൂശ് മരണത്തിലൂടെ മാത്രമേ നിനക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഏറ്റുപറയണം. ഇന്ന് രാത്രി പന്തലിൽ കീഴിൽ നിന്ന് ഒരു ഏറ്റുപറച്ചിലിൻ്റെ ശബ്ദം ഉയർന്നു തന്നെയാകണം. തെറ്റിപ്പോയി കർത്താവേ, പലതിൽ തെറ്റിപ്പോയി, വാക്കിൽ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. ഞാൻ സ്ഥിരം ഇങ്ങനെ പറയും, ദൈവത്തിന് മുൻപിൽ തോൽക്കുന്നവൻ ലോകത്തിന് മുൻപിൽ ജയിക്കും. ഒരിക്കൽ കൂടെ, ദൈവത്തിന് മുൻപിൽ തോൽക്കുന്നവൻ ലോകത്തിന് മുൻപിൽ ജയിക്കും. അർത്ഥം, ദൈവത്തിന് മുൻപിൽ ഏറ്റു പറയുന്നവൻ ലോകത്തിന് മുൻപിൽ തകർന്നു പോകുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. ദൈവത്തിന് മുൻപിൽ ഏറ്റു പറയുന്നവൻ, ദൈവത്തിന് മുൻപിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ, സ്തോത്രം, ലോകത്തിന് മുൻപിൽ തോറ്റുപോകുവാൻ ദൈവം ഒരിക്കലും ക്ഷമിക്കത്തില്ല. ക്ഷമ എന്നത് മനുഷ്യൻ്റെ സ്വഭാവമല്ല, നിന്റെ കുടുംബ സ്വഭാവമല്ല, നിന്റെ സഭയുടെ സ്വഭാവമല്ല. ക്ഷമിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ക്ഷമിക്കുക എന്ന് പറയുന്നത് യേശു കർത്താവ് തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, ഒരു ചകടടിച്ചാൽ മറു ചകട് കാണിച്ചു കൊടുക്കുക. സ്തോത്രം. അതെ, ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അയ്യോ, അങ്ങനെ ക്ഷമിച്ച് ജീവിച്ചാൽ പിന്നെ നമുക്കും ജീവിക്കണ്ടേ? ക്ഷമിച്ച് ജീവിച്ച, സ്തോത്രം, അതെ, എല്ലാവരും നമ്മുടെ മേൽ കുതിര കയറത്തില്ലയോ? നോ, ഒരിക്കലുമില്ല കുട്ടി. നീ അങ്ങ് ക്ഷമിച്ച് ജീവിച്ചു നോക്കുക. യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. സ്തോത്രം. വർഷങ്ങൾക്ക് തിരുവല്ലയിൽ, ഞാനിത് പറയണമെന്ന് ഓർത്തല്ല, വർഷങ്ങൾക്ക് തിരുവല്ലയിൽ ഒരു ചെറിയ ചർച്ച് ഏതോ ഒരു ഉൾപ്രദേശത്ത് ഇങ്ങനെ ആരംഭിച്ചു.
സ്തോത്രം, ഒരു സ്നാന ശുശ്രൂഷ 4-5 പേര് സ്നാനപ്പെട്ടു. പുതിയ സഭയാണ്. ആ സഭ ഇങ്ങനെ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളുടെയൊക്കെ പോലെ ഒരു കുട്ടി സഭയായിട്ട് വലിയ കാര്യങ്ങൾ പലപ്പോഴും ചെറുതിലാണ് ആരംഭിക്കുന്നത്. കമാ യെസ് ഒരിക്കൽ കൂടെ പറയാം. വലിയ കാര്യങ്ങൾ പലപ്പോഴും ചെറുതായിട്ടാണ് ആരംഭിക്കുന്നത്. ദേശം മുഴുവൻ മഴയുണ്ട്, പക്ഷെ കൈപ്പത്തി പോലെ ഒരു മേഘമാണ് പൊങ്ങിയത്. ഇന്ന് രാത്രി ഏറ്റെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഏതോ വലിയ കാര്യങ്ങൾക്ക് ആരൊക്കെയോ ദൈവം ഒരുക്കുന്നുണ്ട്. ഏറ്റെടുക്കണം. ഈ വർഷം വലിയ കാര്യങ്ങൾ നിന്നിലൂടെ ദൈവം ചെയ്യാൻ പോകുന്നു. അത് ചെറുതായിട്ടായിരിക്കും ചിലപ്പോൾ ആരംഭിക്കുന്നത്. 4-5 പേര് സ്നാനപ്പെട്ടു. ആ ചർച്ച് വന്നവരെ പാസ്റ്റർ വന്ന് കത്രിമേശ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വെരുക് പോലെ, എന്ന് പറഞ്ഞാൽ ഒരു ദുഷ്ടമൃഗം പോലെ ഒരു മനുഷ്യൻ മദ്യപിച്ച് ഓടി വന്ന് അപ്പം സ്നാനപ്പെട്ട് വന്നതായ സഹോദരങ്ങൾ തല്ലാൻ തുടങ്ങി. നീ സ്നാനപ്പെട്ടു അല്ലേടി എന്ന് വെച്ചാൽ ആ സഹോദരി ഭയങ്കരമായിട്ട് തല്ലാൻ തുടങ്ങി. പാസ്റ്റർക്കും തല്ല് കിട്ടി, പാസ്റ്ററേയും തല്ലി, സ്നാനപ്പെടുത്തിയ പാസ്റ്ററേയും തല്ലി, അവളെയും തല്ലി. അപ്പോൾ ഈ തിരുവല്ലക്കാരികളായ പെൺകുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ നല്ല ബുദ്ധിയുള്ള സഹോദരിമാരാണ്. കണ്ടോ, ഒരു വണ്ടിയില്ല. സ്തോത്രം. അതുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ചായ എന്നെ തല്ലല്ലേ. അപ്പോഴാണ് മനസ്സിലായുള്ള ഭർത്താവ് അത്, എന്നെ തല്ലല്ലേ, ഞാൻ ഇനി സ്നാനപ്പെടത്തില്ല. കമോൺ, ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, ഞാൻ ഇനി പെടും, നീ താൻ എന്തോ ചെയ്യും? അവൾ പറഞ്ഞു, എൻ്റെ പൊന്നച്ച ഞാൻ ഇനി സ്നാനപ്പെടത്തില്ല, ഇനി തല്ലല്ലേ. മന്ദബുദ്ധി അവൻ തല്ലുന്നത് അപ്പം നിർത്തി. മന്ദബുദ്ധി അവൻ പറഞ്ഞു ഇനി സ്നാനപ്പെടത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തല്ല നിർത്തുകയാണ്. അപ്പോഴേക്കും നാട്ടുകാർ ഈ ബഹളം കേട്ട് ഓടി വന്നു. നാട്ടുകാർ പറഞ്ഞു, പാസ്റ്റേ പോലീസിൽ പരാതി കൊടുക്കണം. അയ്യോ ഇന്ന് കോടതി അവധിയാണ്, ഇന്ന് ഞായറാഴ്ചയാണ്, കോടതി അവധിയാണ്. പക്ഷെ പാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ കോടതി ഞായറാഴ്ചയും പ്രവർത്തിക്കും. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കോടതി ഞായറാഴ്ചയും പ്രവർത്തിക്കും. നമുക്കൊരു കോടതിയുണ്ട്, 365 ദിവസവും അത് പ്രവർത്തിക്കും. മാത്രമല്ല 24 മണിക്കൂറും പ്രവർത്തിക്കും. അതിന് ഹോളിഡേ ഇല്ല. സ്തോത്രം. അദ്ദേഹം ചർച്ചിനെ കൂട്ടി വരുത്തി പറഞ്ഞു, മക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം. മുട്ടുമടക്കി പ്രാർത്ഥിച്ചു, കർത്താവേ എന്നെ തല്ലിയവൻ്റെ തലയിൽ ഇടിതി വീഴണേ. അങ്ങനെയല്ല പ്രാർത്ഥിച്ചേ. പ്രതികാര പ്രാർത്ഥന നടത്തുന്ന പല പുള്ളികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. കയ്യുയർത്തണ്ട, കേട്ടിരുന്നാൽ മതി. നിന്റെ കയ്പിൻ്റെയും നിന്റെ പകയുടെയും പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ല. പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. ഒരിക്കൽ കൂടെ, പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. ഒരു പ്രാർത്ഥന ഒരു സുഗന്ധമാണ്. പക്ഷെ നീ പ്രതികാര പ്രാർത്ഥന ചെയ്യുമ്പോഴുണ്ടല്ലോ, അവനെ പഠിപ്പിക്കണമേ, ഇവനെ പൊളിക്കണമേ, മറ്റവനെ തകർക്കണമേ, അവനെ ഒരു പാഠം പഠിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഈ ഗ്രൈൻഡർ മിക്സിയും പോലെ നീ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെ മേലേക്ക് പോകുമ്പോൾ തമ്പുരാൻ പറയും, ടയറ് കരിഞ്ഞ് നാർന്ന പോലെ ആ പ്രാർത്ഥന വരുന്നു. ആ ജനലങ്ങ് അടച്ചിട് ദൂതനെ എന്ന് പറഞ്ഞ് ദൈവം ആ പ്രാർത്ഥനയെ നിരസിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ പറയുന്നത് പ്രതികാര സുവിശേഷമല്ല, പകയുടെ പ്രാർത്ഥനയല്ല, സ്നേഹത്തിൻ്റെ സുവിശേഷം, ക്ഷമയുടെ സുവിശേഷമാണ്. അദ്ദേഹം ആ പാസ്റ്റർ ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, കർത്താവേ സ്തോത്രം, ഞങ്ങളെ തല്ലിയ സഹോദരനുണ്ടല്ലോ, അവനെ ഞങ്ങൾക്ക് വേണം, അവനെ ഞങ്ങൾക്ക് വേണം. നീ അവനെ തൊടണമേ. ഞങ്ങൾക്ക് അവനെ തൊടാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് അവനോട് സംസാരിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് സംസാരിപ്പാൻ കഴിയാത്തവനോട് അങ്ങക്ക് സംസാരിപ്പാൻ തക്കണം കഴിയും. അങ്ങ് സംസാരിക്കണമേ. ഇനി വെള്ളമടിച്ച ഈ കിക്കിൽ, പാസ്റ്റർ തല്ലിയ ഹരത്തിൽ, ഭാര്യയെ കൊണ്ട് സമ്മതിപ്പിച്ച ആ ആവേശത്തിൽ ഇവൻ തോട്ട എന്ന് പറയും. നമ്മളെ മാങ്ങ വരയ്ക്കുന്ന തോട്ടയുടെ കാര്യമല്ല പറയുന്നത്. ഈ മീൻ പിടിക്കുന്ന ഒരു സ്ഫോടക വസ്തുവുണ്ട്. ആ തോട്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി അച്ചൻകോവിലാറിൻ്റെ സൈഡിൽ ഇവൻ പോയി ഇങ്ങനെ കാത്തിരുന്നു. അച്ചൻകോവില ഏതോ ഒരു ആറിൻ്റെ സൈഡിൽ അവൻ പോയി കാത്തിരുന്നു. സ്തോത്രം. അത് തോട്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി കാത്തിരുന്നു. ഇവിടെ ചിലർ സ്തോത്രം പറയാതെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന പോലെ, സ്തോത്രം, തോട്ടയിട്ട് അവൻ ഇങ്ങനെ കാത്തിരുന്നു. തോട്ടയിട്ട് സ്തോത്രം, മീന് കുറേ നേരമായിട്ട് വരാത്തത് കൊണ്ട് ഈ മദ്യത്തിൻ്റെ കെട്ടിൽ അവൻ പെട്ടെന്ന് തോട്ടയെടുത്ത് കയ്യിൽ തൊട്ടതും കയ്യിലിരുന്ന് തോട്ട പൊട്ടി. ആ സ്ഫോടക വസ്തു പൊട്ടി. അതിൻ്റെ മെക്കാനിസം അതാണ്. തോട്ട പൊട്ടി, ശരീരം പൊള്ളിയതും പേടിച്ചു ഓടി വന്ന് പാസ്റ്റർ കാൽക്കൽ വീണു. ചുരുക്കി പറയാം, അടുത്ത ഞായറാഴ്ച അതേ കടവിൽ അതേ പാസ്റ്റർ അവനെ സ്നാനപ്പെടുത്തി. യേശുവിൻ്റെ നാമത്തിൽ. അയൽവാസി നിനക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു,
ബന്ധുക്കൾ നിനക്കെതിരെ സംസാരിക്കുന്നു, ചർച്ചക്കാർ കൂടെ നിന്ന് കുതികാൽ വെട്ടുന്നു. സ്തോത്രം, മറ്റുള്ളവർ നിന്നെ പകയ്ക്കുന്നു. നിറം പിടിച്ച സിനിമാ കഥകളെക്കാൾ വലിയ കഥകൾ നിനക്കെതിരെ അപവാദ കഥകളായി മറ്റുള്ളവർ അതേ സ്തോത്രം പറയുന്നുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നിന്റെ ഫയലിനങ്ങ് മേലോട്ട് കൊടുത്താട്ടെ. ഇന്ന് രാത്രി നിന്റെ ഫയലിനെ മേലോട്ട് കൊടുത്താട്ടെ. എനിക്കൊരു കർത്താവിനെ അറിയാം, അവൻ്റെ പേര് യഹോവ തിസ്കനോ. അവൻ നീതിയുള്ള ന്യായാധിപനാണ്. നിനക്ക് നീതി കിട്ടുന്നത് അപ്പുറത്തെ കോടതിയിൽ നിന്നും പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല. നിനക്ക് നീതി വരുന്നത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നാണ്. ഇന്ന് രാത്രി ഞാൻ പ്രവചിച്ചു പറയുന്നു, കുട്ടി, നിന്റെ ജീവിതത്തിൻ്റെ ചക്രവാളത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നതായ ദിവസങ്ങളാണ്. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. ഓ, ആരും മിണ്ടുന്നില്ല. നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും. നിനക്കെതിരെ വരുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കയില്ല എന്ന് അരുളി ചെയ്തവനായ ദൈവം. ഹല്ലേലൂയ. തുറിച്ചു നോക്കുന്ന കണ്ണുകളുടെ നടുവിൽ, അപവാദം പറഞ്ഞ ജീവിതങ്ങളുടെ നടുവിൽ, തള്ളിപ്പറയുന്നതായ ജനത്തിൻ്റെ നടുവിൽ, നിനക്ക് പ്രശ്നമുണ്ടാക്കുന്ന അയൽവാസികളുടെ നടുവിൽ, ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിന്നിലൂടെ വെളിപ്പെടുത്തുവാൻ വേണ്ടി പോകുന്നു. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവിക നീതി, ദൈവിക നീതി, ദൈവിക നീതി ജീവിതങ്ങളെ മേൽ കർത്താവിൻ്റെ കൃപയാൽ വെളിപ്പെടട്ടെ. ജീവിതങ്ങളെ മേൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടട്ടെ. നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, എത്ര പ്രാവശ്യമാണ് സ്തോത്രം അതേ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത്? എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടത്? ഇത് നിങ്ങൾ മാത്രമല്ല ചോദിച്ചത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിനോട് പത്രോസ് ചോദിച്ചു, സഹോദരൻ എന്നോട് പിഴച്ചാൽ സ്തോത്രം 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? മത്തായി സുവിശേഷം 18-ാം അധ്യായമാണ് ഞാൻ പറയുന്നത്, 21-ാം വാക്യം. സഹോദരനോട് ക്ഷമിച്ചാൽ പറ എത്ര വട്ടം? 7 വട്ടം ക്ഷമിച്ചാൽ മതിയോ? ഒരധ്യായം മുമ്പ് 16-ാം അധ്യായത്തിൽ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് പത്രോസ് പറഞ്ഞപ്പോൾ യേശു കർത്താവ് ഭയങ്കരമായ ആവേശത്തോടെ അപ്രീഷിയേറ്റ് ചെയ്ത് സംസാരിച്ചു. ഹോ പത്രോസേ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, പിതാവായ ദൈവമത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. പത്രോസിനങ്ങ് തലക്കനം കൂടി എന്നെ എൻ്റെ ഗുരു ഭയങ്കരമായി അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇതാ അതേ അഹങ്കാരത്തിൽ വന്നിട്ട് ഇന്നലത്തെ അപ്രീസിയേഷൻ ഇന്നും കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ സഹോദരനോട് 7 വട്ടം, ഞാൻ എൻ്റെ സഹോദരനോട് 7 വട്ടം. ആ 7ൻ്റെ മുഴുപ്പ് നിങ്ങൾ കണ്ടോ? ഓ, ഞാൻ എൻ്റെ സഹോദരനോട് 7 വട്ടം. ആ 7ൻ്റെ വലിപ്പം നിങ്ങൾ കണ്ടോ? ഞാൻ എൻ്റെ സഹോദരനോട് 7 വട്ടം ക്ഷമിച്ച മതിയോ കർത്താവേ എന്ന് പറഞ്ഞപ്പോൾ താഴ്മയുടെയും വിനയത്തിൻ്റെയും കർത്താവ് അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പറഞ്ഞു, 70 വട്ടം ക്ഷമിക്കണം. 70 വട്ടം ക്ഷമിക്കണം. 7 വട്ടമല്ല, 70 വട്ടമല്ല, 70 വട്ടമല്ല, അത് 490 അല്ല. വീട്ടിൽ ചെന്ന് കോഴിയുടെ കാല് പിടിക്കുന്നതിന് മുൻപ്, മീനിൻ്റെ തലയ്ക്ക് അടികൂടുന്നതിന് മുൻപ് ഇന്ന് രാത്രി ഒന്ന് സ്തോത്രം എഴുതി കാൽക്കുലേറ്റ് ചെയ്യണം. 7നെ 70 പ്രാവശ്യം ഗുണിച്ചു നോക്കണം. 7 ഗുണം 7 49, 49 ഗുണം 7 2 പ്രാവശ്യം ആയുള്ളൂ. അങ്ങനെ 70 പ്രാവശ്യം നിങ്ങൾ ഗുണിച്ചു നോക്കുമ്പോൾ അവസാനം ഇൻഫിനിറ്റി, അനന്തമായ ഒരു സംഖ്യ കിട്ടും. അനന്തമായ ഒരു സംഖ്യ കിട്ടും. അനന്തമായ സംഖ്യ അർത്ഥം, ഈ പുസ്തകം നീ വഹിക്കുന്നു എങ്കിൽ, ഇതിലെ കർത്താവിനെ നീ സേവിക്കുന്നു എങ്കിൽ ക്ഷമിച്ചുകൊണ്ടേ ആയിരിക്കുക. ക്ഷമിച്ചുകൊണ്ടേ ആയിരിക്കുക. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് പ്രതികാരത്തിനല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കയ്പിനല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് വഴക്കുണ്ടാക്കാനല്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതിന് ഞാൻ ആരെന്ന് ദൈവം കാണിക്കും, നോ 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 നോ, അത് പറയാനല്ല. പകരം ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ക്ഷമിപ്പാനാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാടെ. എല്ലാ കയ്പും വിട്ടുപോകട്ടെ. എല്ലാ പകയുടെ ആത്മാവ് ഇന്ന് രാത്രി ഇറങ്ങിപ്പോകട്ടെ. ഒരിക്കൽ കൂടെ എല്ലാ കയ്പും ഇറങ്ങിപ്പോകട്ടെ. എല്ലാ പകയുടെ ആത്മാവ് ഇറങ്ങിപ്പോകട്ടെ. ചില വിഷയങ്ങൾക്ക് വിടുതലില്ലാത്തത്, ചില വ്യക്തികൾ ആത്മാവിൽ വളരാത്തത്, ചിലരുടെ ശുശ്രൂഷയ്ക്ക് തടസ്സമായിരിക്കുന്നത്, ചില സഭകൾ ഉന്നമനം പ്രാപിക്കാത്തത്, ചില ദൈവദാസന്മാരെ ദൈവദാസിമാരെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിയാത്തത് നിന്റെ പുറത്തല്ല പ്രശ്നം, നിന്റെ അകത്താണ് പ്രശ്നം. നിന്റെ അകത്തുള്ളതായ കയ്പ്, നിന്റെ അകത്തുള്ളതായ പക, നിന്റെ അകത്തുള്ളതായ പ്രതികാര ചിന്ത യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോകട്ടെ. നിന്റെ അകത്തുള്ള പ്രതികാര ചിന്ത ഇറങ്ങിപ്പോകട്ടെ. ഭർത്താവിൻ്റെ ആൾക്കാരോട്, സ്വന്തം സഹോദരങ്ങളോട്, കൊച്ചപ്പൻ്റെ മക്കളോട്, കുടുംബക്കാരോട്, സ്തോത്രമതേ സ്വന്തം ജനത്തോട്, സ്വന്തം സ്തോത്രമതേ സഹവിശ്വാസികളോട്, ദൈവദാസനോട്, ദൈവദാസൻ വിശ്വാസികളോട് ഉള്ളതായ പക, കയ്പ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ.
കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഓ, ഞങ്ങളങ്ങനെ വിചാരിച്ചില്ല കേട്ടോ, ഞങ്ങളങ്ങനെ വിചാരിച്ചില്ല. നോ, അവസാനം നമ്മൾ പറയും സോറി, SORRY. പലരെ രക്ഷപ്പെട്ടു വന്ന ഒറ്റ വാക്കുകൊണ്ടാണ് SORRY. പക്ഷേ എൻ്റെ ബൈബിളിൽ എൻ്റെ കർത്താവ് ഒരു പ്രാവശ്യം പോലും സോറി പറഞ്ഞില്ല. കർത്താവ് സോറി പറഞ്ഞില്ലെങ്കിൽ നമുക്കും പറയണ്ട. ഞാൻ ഒരു കാര്യം ഗ്യാരണ്ടിയാണ്, ഈ 2 മാസം കൊണ്ട് എൻ്റെ നാവിൽ ദൈവം തരുന്ന ഒരു കാര്യമുണ്ട്: ആർക്കും നിൻ്റെ അനുഗ്രഹത്തെ തടയാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ, ആർക്കും നിൻ്റെ അനുഗ്രഹത്തെ, ആർക്കും നിൻ്റെ അഭിഷേകത്തെ, ആർക്കും നിൻ്റെ ശുശ്രൂഷയെ തടയാൻ പറ്റത്തില്ല. ഒരിക്കൽ കൂടെ ഈ ജനം നന്നായിട്ടൊന്ന് ബലപ്പെടണം. ചില ചേച്ചിമാർ മിണ്ടുന്നില്ല, ചില ചേട്ടന്മാർ എന്നെ തുറച്ചു നോക്കിയ. ആർക്കും നിൻ്റെ അനുഗ്രഹത്തെ, ആർക്കും നിൻ്റെ ഉയർച്ചയെ, ആർക്കും നിൻ്റെ നന്മയെ തടയുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ലോത്ത് വിട്ടുപിരിഞ്ഞു, അബ്രഹാമിനെ ബാധിച്ചില്ല. ഫിലിസ്ത്യൻ വഴക്കുണ്ടാക്കി, ഇസഹാക്കിന്റെ കൊയ്ത്ത് നിന്നുപോയില്ല. സ്തോത്രം. യേശാവ് അതേ യാക്കോബിനെ കൊല്ലാൻ കാത്തിരുന്നു, അവന്റെ ഏണിക്ക് നീളം കുറഞ്ഞില്ല. സ്തോത്രം. സഹോദരന്മാർ യോസെഫിനോട് അതേ അസൂയ തോന്നി, യോസെഫിന്റെ സ്വപ്നം മങ്ങിപ്പോയില്ല. ഓ ഹല്ലേലൂയ. ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് സ്തോത്രം മോശ ഓടിപ്പോയി, പക്ഷേ അവന്റെ ശുശ്രൂഷ തടയപ്പെട്ടില്ല. ഏലിയ വന്നത് ക്ഷാമത്തിൽ നിന്നായിരുന്നു, എലീശ മൊട്ടത്തലയനായിരുന്നു. ദാവീദ് അതേ റിജക്ട് ചെയ്യപ്പെട്ടവൻ, തിരസ്കരിക്കപ്പെട്ടവനാണ്. ദാനിയേൽ വന്നിട്ട് അടിമയാണ്. എസ്തർ വന്നിട്ട് അനാഥിയാണ്. രൂത്ത് വന്ന വിധവയാണ്. പത്രോസ് വന്ന് സ്തോത്രം തലകീഴായി ക്രൂശിക്കപ്പെട്ടവനാണ്. പൗലൂസ് വന്ന് കപ്പൽ ഛേദം കണ്ടവനാണ്. പക്ഷെ അവരെല്ലാം വേദപുസ്തകത്തിന്റെ ഹീറോസായി തീർന്നു എങ്കിൽ, ഇതാണ് ദൂത്. എർത്തിലി റലത്തിൽ, ഭൗമമണ്ഡലത്തിൽ സംഭവിക്കുന്നതൊന്നും ഒരു ആത്മീയനെ ബാധിക്കത്തില്ല. കേട്ടില്ല. ഭൗമമണ്ഡലത്തിൽ സംഭവിക്കുന്നതൊന്നും ഒരു ആത്മീയനെ ഒരിക്കലും ബാധിക്കത്തില്ല. കാരണം ദൈവം അനുകൂലം എങ്കിൽ, പറ കരങ്ങൾ അടിച്ചു ആരാധിക്കേണ്ടവർ ആരാധിക്കുക. ഹല്ലേലൂയ. കമാൺ, കരങ്ങൾ അടിച്ചു ആരാധിക്കേണ്ടവർ ആരാധിക്കുക. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ഹല്ലേലൂയ. ക്ഷമിച്ചാട്ടെ. ജയിക്കുന്നവനെ മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. ഉയരുന്നവനെ മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. പവർഫുൾ ശക്തന്മാർക്ക് മാത്രമേ ക്ഷമിപ്പാൻ കഴിയത്തുള്ളൂ. പത്രോസേ, സ്തോത്രം, നീ 7 വട്ടമല്ല 70 വട്ടം ക്ഷമിക്കുക. തൊട്ട് താഴെ കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഒരു രാജാവ് സ്തോത്രം വിദേശത്തേക്ക് പോകുമ്പോൾ, സ്തോത്രം അതേ ഒരു രാജാവ് അതേ സ്തോത്രം ഒരു ദിവസം 10,000 താലന്ത് ഒരുവനോട് ക്ഷമിക്കാൻ തീരുമാനിച്ചു. കാരണം അവന് വലിയ കടക്കാരനായി. അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കളെയൊക്കെ പിടിച്ചിട്ട് പോകാൻ ആൾക്കാർ ഇതാ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ, സ്തോത്രം 10,000 താല് കടപ്പെട്ടവൻ അവൻ നേരെ വന്ന് രാജാവിൻ്റെ മുൻപിൽ വീണ് കിടന്ന് നിലവിളിച്ചു, അയ്യോ രാജാവേ ക്ഷമിക്കണമേ, എൻ്റെ ഭാര്യ പോകുന്നു, എൻ്റെ മക്കൾ പോകുന്നു, എൻ്റെ കുടുംബം പോകുന്നു, ദയവായി ക്ഷമിക്കണമേ. 10,000 താലന്ത്. ശബ്ദം ഉയർത്തി പറഞ്ഞ എത്ര താലന്ത്? 10,000 താലന്ത്. 10,000 താലന്ത് പറഞ്ഞാൽ ചിന്തിപ്പാൻ കഴിയാത്ത ഒരു എമൗണ്ട്. സ്തോത്രം എന്ന് പറഞ്ഞാൽ 2 ലക്ഷം കോടി രൂപ. ഒന്ന് ചിന്തിച്ചേ, 2 ലക്ഷം കോടി രൂപ. നമ്മൾ ചിന്തിക്കും 10,000 താലന്ത്, ചിന്തിക്കാൻ കഴിയാത്തൊരു എമൗണ്ട്. 2 ലക്ഷം കോടി രൂപ. ഒരു ചെറിയ കണക്കിൽ പറഞ്ഞാൽ 2 ലക്ഷം കോടി രൂപ, അതാണ് 10,000 താലന്ത്. ആ രാജാവ് അവനോട് ക്ഷമിച്ചു. രാജാവ് ക്ഷമിച്ചു, ഒരു കുഴപ്പമില്ല, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ആ വലുത് ക്ഷമിച്ചിട്ട് പുറത്തേക്കിറങ്ങിയവൻ, 100 വെള്ളിക്കാശ് തനിക്ക് തരാനുള്ള വേറെ കണ്ടു. 100 വെള്ളിക്കാശ് തനിക്ക് തരാനുള്ള ഒരുത്തനെ കണ്ട്. ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശാണ്. ഇവിടെ ഒരു ദിവസത്തെ കൂലി എത്രയാ? ഇവിടെ എല്ലാം ഫ്രീ ആണോ? എങ്കിൽ ഇങ്ങോട്ട് താമസം മാറണം. കമാൺ, ഇവിടെ ഒരു ദിവസത്തെ കൂലി എത്രയാ? 1000, 1200 രൂപ. റിയലി 1000? ചുമ്മാ അതല്ല, ബംഗാളികളല്ലേ നമ്മുടെ നാട്ടിൽ വരുന്നത്. അവൻ്റെ നാട്ടിൽ ചെല്ലുമ്പോൾ 400 രൂപയാണ്. സ്തോത്രം. ഓക്കെ, 1200 രൂപ എന്നിരിക്കട്ടെ. 100 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ 1,20,000 രൂപ. അവന് ക്ഷമിച്ച് കിട്ടിയത് 2 ലക്ഷം കോടി രൂപയാണ്. യവൻ ക്ഷമിക്കേണ്ടത് 1,20,000. ഒരിക്കൽ കൂടെ, ആരും മിണ്ടുന്നില്ല. യവന് രാജാവ് ക്ഷമിച്ചു കൊടുത്തത് 2 ലക്ഷം കോടി രൂപ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹിമാലയം മുഴുവൻ ക്ഷമിച്ചു കൊടുത്തു. ചെറിയൊരു കല്ല് യവന് ക്ഷമിക്കാൻ വയ്യ. ആരും മിണ്ടുന്നില്ല.
വലിയ കാര്യം, 2 ലക്ഷം കോടി രൂപ. സ്തോത്രം. അതെ, രാജാവ് ക്ഷമിച്ചു കൊടുത്തു. ചെറിയ കാര്യത്തിൽ അവന് ക്ഷമിക്കാൻ വയ്യ. അവൻ നേരെ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് ചെയ്തു. അവൻ എനിക്ക് ഇത്രയും തരാനുണ്ട്, 1 ലക്ഷം എന്ന് പറഞ്ഞാൽ 100 വെള്ളിക്കാശ് അവൻ എനിക്ക് തരാനുണ്ട് എന്ന് പറഞ്ഞവൻ പരാതിപ്പെട്ടപ്പോൾ കണ്ടു നിന്നവൻ മനസ്താപപ്പെട്ട രാജാവിനോട് പോയി പറഞ്ഞു, നോക്ക്, നീ അവനോട് ക്ഷമിച്ചു, പക്ഷെ അവന് ക്ഷമിക്കേണ്ടവനായിരുന്നു, അവൻ ക്ഷമിച്ചില്ല. സ്തോത്രം. നീ അവനോട് ക്ഷമിച്ചു. നീ അവനോട് ക്ഷമിച്ചത് അവൻ എല്ലാവരോടും ക്ഷമിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നീ അവനോട് ക്ഷമിച്ചത്. ഒരിക്കൽ കൂടെ നീ അവനോട് ക്ഷമിച്ചത് അവൻ എല്ലാവരോടും ക്ഷമിക്കുമെന്നാണ് നീ പ്രതീക്ഷിച്ചത്. പക്ഷെ അവൻ ക്ഷമിച്ചില്ല. അവൻ്റെ ഹൃദയം പ്രതികാരത്തിൻ്റെ ഹൃദയമാണ്. അവൻ്റെ ഹൃദയം കയ്പിൻ്റെ ഹൃദയമാണ്. അവൻ്റെ ഹൃദയം വൈരാഗ്യത്തിൻ്റെ ഹൃദയമാണ്. അവൻ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ല. ഈ മറ്റുള്ളവരോട് ക്ഷമിക്കത്തില്ല എന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കുറച്ച് പേരേ ഉള്ളൂ. മറ്റുള്ളവരോട് ക്ഷമിക്കുമെന്ന് പറയുന്നവർ 2 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യെസ്, ഹല്ലേലൂയ. അവൻ ക്ഷമിച്ചില്ല. രാജാവ് എന്ത് ചെയ്തു? രാജാവ് ഈ പ്രകാരം പറഞ്ഞു, അവൻ മറ്റുള്ളവരോട് ക്ഷമിച്ചില്ലേ? അല്ലേ, ഒരു കാര്യം ചെയ്യ്. അവൻ സ്തോത്രം പട്ടാളക്കാരെ അയച്ച്, എൻ്റെ വേർഷൻ ഞാൻ പറയട്ടെ, പട്ടാളക്കാരെ അയച്ച് അവനെ പോക്കി, അവനെ അറസ്റ്റ് ചെയ്ത് അവനെ ടോർമെന്റിംഗ് പ്ലേസ് അഥവാ അവനെ യാതനാ സ്ഥലത്തിട്ട് ജയിലിൽ കിടന്നവൻ യാതന അനുഭവിക്കുകയാണ്. അപ്പോൾ ക്ഷമിക്കാത്തവൻ എവിടെയാ പാർക്കുന്നത്? ചർച്ചിലല്ല. ക്ഷമിക്കാത്തവൻ കിടക്കുന്നത് അതേ റിവൈവൽ മീറ്റിംഗ് കാത്തിരിപ്പ് യോഗത്തിനല്ല. ക്ഷമിക്കാത്തവൻ കിടക്കുന്നത് ഉണർവ് യോഗത്തിനല്ല. ക്ഷമിക്കാത്ത സഹോദരനെ നീ പാർക്കുന്നത് യാതനാ സ്ഥലത്താണ്. ക്ഷമിക്കാത്ത സഹോദരിയെ നീ പാർക്കുന്നത് യാതനാ സ്ഥലത്താണ്. അത് ഈ ലോകത്തിലാകട്ടെ, വരുവാനുള്ള ലോകത്തിലാകട്ടെ. നിങ്ങൾ മിണ്ടത്തില്ലെന്ന് എനിക്കറിയാം. ഈ ദൂത് പറയുമ്പോൾ സ്തോത്രം ജനം മിണ്ടത്തില്ല. ഇന്നലത്തെ പോലെ ഇളക്കാനല്ല എനിക്ക് നിയോഗം. ഇന്ന് രാത്രി വല്ലവനുമല്ല വിടുതൽ പ്രാപിക്കേണ്ടത്, നീ വിടുതൽ പ്രാപിക്കണം. ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ഒരിക്കൽ കൂടെ, ആദ്യെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആരാമയം പറഞ്ഞേ? ഖമാൻ. അല്ല, എനിക്ക് കാണുമല്ലോ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഒരു വ്യത്യാസമില്ലാതെ 25 കൊല്ലം മുമ്പുള്ള അന്യഭാഷ, 30 കൊല്ലം മുമ്പുള്ള പ്രാർത്ഥന, 35 വർഷമുള്ളതായ അതേ തഴപ്പിൽ നീ മുരടിച്ചു പോയെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ അകത്ത് കിടക്കുന്ന ക്ഷമിക്കാത്ത സ്വഭാവമാണ്. നിൻ്റെ അകത്ത് കിടക്കുന്നതായ കയ്പാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് നിന്നെ ഹനിക്കുന്നതാണ്. എടുത്തു പുറത്തുകളാ. യേശു പറഞ്ഞു, സ്തോത്രം, ക്ഷമിക്കാത്തവൻ പാർക്കുന്നത് യാതനാ സ്ഥലത്താണ്. ചിലരെക്കുറിച്ച് ഓർക്കുമ്പോൾ സ്തോത്രം, അതേ നമ്മുടെ BP ഇങ്ങനെ കൂടാറുണ്ട്. ചിലരെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ താളം മുറുകാറുണ്ട്. ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ, ചില സംഭവങ്ങൾ ഓർക്കുമ്പോൾ അവന് വെച്ചിട്ടുണ്ട് അവൻ്റെ തലയിൽ തേങ്ങ വീഴണം എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ എൻ്റെ പുസ്തകം പറയുന്നു, ക്ഷമിക്കുക, മറക്കുക. കാരണം സ്തോത്രം, മറ്റുള്ളവരോടുള്ള കയ്പ് നിൻ്റെ ഉള്ളിലുണ്ടായെങ്കിൽ, മറ്റുള്ളവരോടുള്ള പ്രതികാര ചിന്ത നിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് മറ്റുള്ളവനെയല്ല ഹനിക്കുന്നത്, അത് നിന്നെ ഹനിക്കുന്ന. ഒരു ദൈവദാസന് പ്രകാരം പറഞ്ഞു, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവനുണ്ടല്ലോ, മറ്റുള്ളവനോട് ക്ഷമിക്കാത്തവനോട് ഒരു ഗ്ലാസ് വെള്ളം ഇരുന്ന് എന്ത് ചെയ്യേ, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തവനുണ്ടല്ലോ, മറ്റുള്ളവനോട് ക്ഷമിക്കാത്തവൻ ഇതാണ് സ്തോത്രം, അവൻ ചാകണമെന്ന് പറഞ്ഞ് ഞാൻ വിഷം കുടിക്കുകയാണ്. ആരും മിണ്ടുന്നില്ല. അവൻ ചാകണമെന്ന് പറഞ്ഞ് ഞാൻ വിഷം കുടിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് സ്തോത്രം, അതേ കയ്പ്. മറ്റുള്ളവൻ തകരണമെന്ന് പറഞ്ഞ് നീ വിഷം കുടിക്കുന്നെങ്കിൽ അതിൻ്റെ പേരാണ് കയ്പ്. അതിൻ്റെ പേരാണ് സ്തോത്രം, ക്ഷമയില്ലായ്മ. ബ്രദർ സുരേഷ് ബാബു സ്തോത്രം, അവർ എന്തൊക്കെ ചെയ്തെന്ന് ബ്രദൻ അറിയത്തില്ല. അവരെന്ത് ചെയ്താലും, അവരെന്തോ പറഞ്ഞാലും, അവരെത്ര ഗൂഢാലോചന ചെയ്താലും തമ്പുരാൻ നിന്റെ കൂടെയുണ്ടോ? നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്. കമോൺ, ആരെങ്കിലും സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്. ഒരു കാര്യം കൂടെ പറയാം. പാമ്പിനെ കണ്ടിട്ടുള്ളവർ കാര്യങ്ങൾ ഉയർത്തിയാട്ടെ. കർത്താവ്, ഇത് ഡേഞ്ചറസ് പ്ലേസ് ആണല്ലോ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ വരണോ? സ്തോത്രം. നമുക്ക് എല്ലാവരും പാമ്പിനെ കണ്ടിട്ട്. പാമ്പിൻ്റെ അകത്ത് വിഷമുണ്ട്. പാമ്പിൻ്റെ അകത്ത് വിഷമുണ്ട്, വിഷസഞ്ചിയുണ്ട്. പക്ഷെ അകത്തുള്ള വിഷം പാമ്പിനെ കൊല്ലുന്നില്ല. ഒരിക്കൽ കൂടെ, പാമ്പിൻ്റെ അകത്തുള്ളതായ വിഷം പാമ്പിനെ കൊല്ലുന്നില്ല. പക്ഷെ നിൻ്റെ അകത്തുള്ള വിഷം മറ്റുള്ളവനെയല്ല, നിന്നെയാണ് കൊല്ലുന്നത്. ഓഹോ, മക്കളെ, ഉണർവ് ആരംഭിക്കുന്നത് കീബോർഡിൻ്റെ താളത്തിലല്ല. വിടുതൽ ആരംഭിക്കുന്നത് ജീവിതം രൂപാന്തരപ്പെടുമ്പോഴാണ്.
ആഴമായി നിലവിളിക്കുമ്പോഴാണ്, ആഴമായി കരയുമ്പോഴാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കിടക്കുമ്പോഴാണ് ഉണർവ് ആരംഭിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്നതായ വിഷമം കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി, അവൻ ഇതാ ചെയ്തത്, ആ അണ്ണൻ ഇങ്ങനെയാ പറഞ്ഞത്, ആ അണ്ണൻ ഇങ്ങനെയാണ് മിനിസ്ട്രി ട്രെയിനിങ്ങിന് എനിക്കിട്ട് കുത്തിയത്, ആ അണ്ണനാണ് മറ്റേ സ്തോത്രം അതേ പ്രോഗ്രാമിന് ഇങ്ങനെ പറഞ്ഞത്. നോ, അണ്ണനല്ല നിന്നെ വിളിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഈ പുസ്തകത്തിലെ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ തോറ്റവനല്ല, നീ ജയിച്ചവനാണ്. കേൾക്കുന്ന റാമേൻ പറഞ്ഞേ. അപ്പുറത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് നോഹയുടെ പെട്ടകമുണ്ട്. യെസ് യെസ് യെസ്. അപ്പുറത്തൊരു ഇസ്മായിൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വളരുന്ന ഒരു ഇസഹാക്കുണ്ട്. അപ്പുറത്തൊരു യേശാവ് ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ഉയരുന്ന ഒരു ഇസ്രായേലുണ്ട്. കം ഓൺ, ടോക്ക് ടു മീ. അപ്പുറത്തൊരു ഫറവോൻ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു മോശയുണ്ട്. അപ്പുറത്തൊരു ആഹാബ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു ഏലിയാവുണ്ട്. അപ്പുറത്തൊരു ഇസബേൽ ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു യേഹു ഉണ്ട്. അപ്പുറത്തൊരു ബെൻഹദദ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു എലിശായുണ്ട്. അപ്പുറത്തൊരു നെബൂഖദ്നേസർ ഉണ്ടെങ്കിൽ സ്തോത്രം പറ ഇപ്പുറത്തൊരു ഡാനിയൽ ഉണ്ട്. അപ്പുറത്തൊരു ഹെരോദാവ് ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പത്രോസ് ഉണ്ട്. അപ്പുറത്തൊരു കപ്പൽ ഛേദമുണ്ടെങ്കിൽ ഇപ്പുറത്ത് നീന്തി കയറി ചെയ്യേണ്ട ശുശ്രൂഷ ചെയ്യുന്ന ഒരു പൗലോസ് ഉണ്ട്. ചുരുക്കി പറയാം, അപ്പുറത്ത് പഴയ പാമ്പായ സാത്താൻ ഉണ്ടെങ്കിൽ അവന്റെ തലയെ തകർക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹമുണ്ട്. In the name of Jesus, in the name of Jesus. പരിഹസിച്ചവരുടെ നടുവിൽ, തള്ളിയവരുടെ നടുവിൽ, മുറിവേൽപ്പിച്ചവരുടെ നടുവിൽ, ഭാരമണിതവരുടെ നടുവിൽ ദൈവം നിന്നെ മാനിക്കുക. പക്ഷെ കണ്ടീഷൻ ഇതാണ്, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നിബന്ധനയുണ്ട്. ഒരിക്കൽ കൂടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരു നിബന്ധനയുണ്ട്. എത്ര വലിയ വാഗ്ദത്തമാണെങ്കിലും, എത്ര വലിയ അനുഗ്രഹമാണെങ്കിലും മനസ്സിലാക്കണം, ഒരു നിബന്ധനയുണ്ട്. മനസ്സിലാക്കുന്നവർ കരങ്ങളെ ചലിപ്പിച്ച് ദൈവത്തെ സ്തുതിക്ക്. അബ്രഹാമേ, 7 അനുഗ്രഹം ഞാൻ നിനക്ക് തരാം. സ്വന്തം ചർച്ചക്കാരെ, പിതൃഭവനത്തെ, സ്വജനത്തെ വിട്ട് എൻ്റെ പിന്നാലെ വരണം. സ്തോത്രം. 7 അനുഗ്രഹം തരാം, 3 നീ വിടണം. അത് വേറൊരു പ്രസംഗം ഞാൻ പറയട്ടെ. ഒരു നിബന്ധനയുടെ മുകളിൽ മാത്രമേ ദൈവത്തിൻ്റെ വാഗ്ദത്തം വെളിപ്പെടത്തുള്ളൂ. അല്ലാതെ ഓപ്പൺ ദ സ്കൈ, ഗിവ് മീ എ പൈ ഓൺ മൈ തായ് നടക്കത്തില്ല മക്കളെ. ആകാശം തുറന്ന് ചാക്ക് കെട്ട് എൻ്റെ മടിയിലേക്ക് ഇറക്കണമേ, നടക്കത്തില്ല. ഞാൻ ക്രമീകരിക്കേണ്ടത്, ഞാൻ ക്രമീകരിച്ചാൽ മാത്രമേ എൻ്റെ വാഗ്ദത്തം എന്നിൽ പൂവണിയത്തുള്ളൂ. നീ വാഗ്ദത്തം കേട്ടുവെങ്കിൽ ആ വാഗ്ദത്തം നിന്നിൽ നിറവേറണമെങ്കിൽ, ഓ കമാൺ, നിങ്ങൾ മിണ്ടുന്നില്ല. വാഗ്ദത്തം ഉള്ളവർ കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ മക്കളെ. വാഗ്ദത്തം, ദൈവം എനിക്ക് വാഗ്ദത്തം അനുസരിച്ച് നിൻ്റെ ലൈഫ് നീ ക്രമീകരിച്ചാൽ മാത്രമേ ആ വാഗ്ദത്തത്തിന് നിന്നിൽ അത് വന്നിറങ്ങാൻ പറ്റത്തുള്ളൂ. നേരത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്ലെയിൻ താണു പോകുന്നത് കണ്ടു. അവിടുത്തെ ആ തുമ്പ അതേ അല്ലെങ്കിൽ ശംഖുമുഖം എയർപോർട്ടിൽ അതിൻ്റെ ലൈറ്റ് തെളിഞ്ഞാൽ മാത്രമേ അതിനിറങ്ങാൻ പറ്റത്തുള്ളൂ. നിന്റെ ലൈഫ് ക്രമീകരിക്കപ്പെട്ടാൽ മാത്രമേ ഇന്നലെ നീ കേട്ട വാഗ്ദത്തത്തിന് വന്നിറങ്ങാൻ പറ്റത്തുള്ളൂ. വിട്ടുകളാ, കയ്പുകളെ വിട്ടുകളാ, പ്രതികാര ചിന്തകൾ വിട്ടുകളാ. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ഫർഗിവ്നെസ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. കേട്ടവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ക്ഷമിക്കാത്തവന് ഉയർക്കുവാൻ കഴിയത്തില്ല. ആ സെന്റൻസ് വീണ്ടും ഞാൻ പറയാം. യേശു കർത്താവ് ഉയർത്തത് അവൻ ക്ഷമിച്ചത് കൊണ്ടാണ്. ഒരിക്കൽ കൂടെ പുല്ലൂർ കോണക്കാർ ഒരിക്കൽ കൂടെ കേൾക്കണം. സ്തോത്രം. ഫ്രീ ഓഫ് ചാർജാ, പൈസ മേടിക്കാതെയാണ് പ്രസംഗിക്കാൻ വന്നത്. സ്തോത്രം. എക്സ്ട്രാ പൈസ ആരണ്ട. ഒരിക്കൽ കൂടെ പറയാം. അതെ, യേശു കർത്താവ് ക്ഷമിച്ചത് കൊണ്ടാണ് അവൻ ഉയർത്തത്. യേശു ക്ഷമിച്ചത് കൊണ്ടാണ് അവൻ ഉയർത്തത്. യേശു ക്ഷമിക്കാതിരുന്നെങ്കിൽ ഇന്നും അവന്റെ കല്ലറ അടഞ്ഞു കിടന്നേനെ. ഫ്രാൻസിസ് അങ്കിളുടെ സ്ഥാനത്ത് അതേ നിന്ന് ഫ്രാൻസിസ് അങ്കിൾ ഉൾപ്പെടെയുള്ളവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഓൺലൈനിൽ ധാരാളം പേർ കേൾക്കുന്നുണ്ടല്ലോ. ഈ ദൂത് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നെ ഏൽപ്പിച്ചപ്പോൾ 2.25 മണിക്കൂർ നിലത്ത് കിടന്ന് ഒരു മത്സ്യം പെടയ്ക്കുന്ന പോലെ പെടഞ്ഞ് കരഞ്ഞത് കൊണ്ടാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ അനുഗ്രഹമായി ഞാൻ നിൽക്കുന്നത്. നിൻ്റെ അകത്തിരിക്കുന്ന കയ്പ്, നിൻ്റെ അകത്തിരിക്കുന്ന പ്രതികാരം, നിൻ്റെ അകത്തിരിക്കുന്ന വിദ്വേഷം ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങി എടുത്ത് പുറത്ത് കളഞ്ഞാട്. പരിശുദ്ധാത്മാവ് ചലിക്കുന്നു. യേശു കർത്താവ് ക്ഷമിച്ചു, അതുകൊണ്ടാണ് അവൻ ലോകരക്ഷകനായത്.
അതുകൊണ്ടാണ് അവൻ ഉയർത്തത്. അതുകൊണ്ട് സകല നാമത്തിനും മേലായ നാമമായത്. മക്കളെ, ഇത് വീണുപോയ ലോകത്താണ് നീ പാർക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, വീണുപോയ ലോകത്താണ് നീ പാർക്കുന്നത്. ഇവിടെ നിന്നെ കുത്താൻ ഒത്തിരി ലുട്ടാപ്പിമാരുണ്ട്. കണ്ടോ, ഇന്നലെ ഇന്നും വചനം പറഞ്ഞപ്പോൾ ആർക്കും ഒരു സന്തോഷം. ലുട്ടാപ്പി എന്ന് കേട്ടപ്പോൾ എന്തോ ഉണർവ് നോക്ക്. ലുട്ടാപ്പിയെ കണ്ടിട്ടുള്ളവർ, പടത്തിൽ കണ്ടിട്ടുള്ളവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. അടുത്തിരിക്കുന്നവർ നോക്കാതെ. കമാൻ, സ്തോത്രം. ലുട്ടാപ്പി എന്ന് പറയുന്ന കഥാപാത്രം പിള്ളേരുടെ കോമിക്കിൽ അത് പറക്കാനാണ് കുന്ത ഉപയോഗിക്കുന്നത്. പറക്കാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ ചർച്ചിലുള്ള ലുട്ടാപ്പികളോ, ഓ കമാൻ, സ്തോത്രം. പരസ്പരം കുത്താനാണെങ്കിൽ കുത്തുന്ന ഒരു ലോകത്താണ് നീ ജീവിക്കുന്നത്. അവർ നിന്നെക്കുറിച്ച് പറയും, അവർ നിനക്കെതിരെ പ്രവർത്തിക്കും, അവർ നിൻ്റെ വാതിലുകളെ അടയ്ക്കും, അവർ നിനക്കെതിരെ അപവാദം പറയും. ഹോളിവുഡല്ല, മറ്റേ ബോളിവുഡും കൂടെ ചേർത്ത് വെച്ച് നിറം പിടിച്ച കള്ളക്കഥകൾ പറയുക. സ്തോത്രം. പച്ചമരത്തോട് ഇങ്ങനെ ചെയ്തെങ്കിൽ ഉണങ്ങിയതിനോട് എത്രയധികം. അതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ശത്രുക്കളെ മുൻപിൽ ശവപ്പെട്ടി വെക്കാമെന്നല്ല അവൻ പറഞ്ഞത്. ശത്രുക്കളെ മുൻപിൽ മേശ ഒരുക്കുന്ന കർത്താവ് നിന്നെ മാനിക്കണമെങ്കിൽ നീ അവരോട് ക്ഷമിച്ചേ പറ്റത്തുള്ളൂ. കമാൻ. ഈ മീറ്റിംഗ് കഴിയുമ്പോൾ പല ചങ്ങലകൾ, പല കയ്പുകൾ, പല കഷായങ്ങൾ, പല തിന്മകൾ ഈ ഗ്രൗണ്ടിൽ, ആത്മമണ്ഡലത്തിൽ ഈ ജനം ഇട്ടിട്ട് പോകാൻ പോകുകയാണ്. പുതിയ തുടക്കങ്ങൾ, പുതിയ തുടക്കങ്ങൾ, പുതിയ തുടക്കങ്ങൾ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. 7 മൊഴികൾ അവിടെ നിന്ന് ക്രൂശിൽ പറഞ്ഞല്ലോ. ആദ്യത്തെ മൊഴി അങ്ങ് ക്രൂശിക്കപ്പെട്ട ഒട്ടനെ തന്നെ ആ ഫയലം അടച്ചല്ലോ. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. അങ്ങക്ക് ക്ഷമിക്കാൻ തോനെ പേരുണ്ടായിരുന്നോ? ഹലോ, അങ്ങക്ക് ക്ഷമിപ്പാൻ ഒത്തിരി പേരുണ്ടായിരുന്നോ? അതേ സുരേഷേ, നീ ജനിച്ചപ്പോഴാണ് എനിക്ക് പ്രശ്നം. ഞാൻ ജനിക്കും മുമ്പേ എനിക്ക് പ്രശ്നമായിരുന്നു. ഞാൻ കൺസീവ് ആയപ്പോൾ തന്നെ, ഞാൻ ഗർഭത്തിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വളർത്തച്ഛൻ ഗൂഢമായി എന്നെ ഉപേക്ഷിപ്പാൻ ആഗ്രഹിച്ചു. എൻ്റെ വളർത്തച്ഛന് ഞാൻ ആരെന്നറിയത്തില്ല. അതുകൊണ്ട് അവനോട് ക്ഷമിക്കണമേ. ഓ കമാൺ. എൻ്റെ വീട്ടിലുള്ള എൻ്റെ സഹോദരന്മാരുണ്ടല്ലോ, യാക്കൂബ്, യൂദ തുടങ്ങിയവർ, ഒറ്റ എണ്ണം എൻ്റെ സ്വന്തം സഹോദരന്മാർ എന്നെ അംഗീകരിച്ചില്ല. എൻ്റെ രോഗശാന്തി, എൻ്റെ പ്രാർത്ഥനയും, എൻ്റെ ശുശ്രൂഷയും, എൻ്റെ പ്രസംഗത്തെ അവന്മാർ പരിഹസിച്ചു. അവരോട് ക്ഷമിക്കണമേ. കമോൺ, നിൻ്റെ വീട്ടിൽ അതല്ലേ നടക്കുന്നേ? നിൻ്റെ സഹോദരങ്ങൾ അതല്ലേ നിനക്കിട്ട് ചെയ്യുന്നേ? അവരോട് ക്ഷമിക്കണമേ. പകരം പിന്നത്തേത് വേദപുസ്തകം പറയുന്നു, അവരെല്ലാം യേശുവിൻ്റെ വലിയ ദാസന്മാരായി തീർന്നു. ദൂതേതാണ്, നീ അവരുടെ പക്ഷം ചേരത്തില്ല, അവർ നിന്റെ പക്ഷം ചേരുവാൻ പോകുകയാണ്. അവൻ മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ച് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിൽ നിന്ന് സ്തോത്രം അതേ നസ്രത്തിലേക്ക് മടങ്ങി വരുമ്പോ ലൂക്കോസ് സുവിശേഷകൻ പറയുന്നവനെ സ്തോത്രം അതേ നസ്രത്തിന്റെ ഗ്രാമത്തിന്റെ മലയുടെ ക്ലിഫിൽ നിന്ന് മലഞ്ചെരുവിൽ തലകീഴായി തള്ളിയിടുവാൻ അതേ നസ്രത്തുകാർ ശ്രമിച്ചു. കൊല്ലാൻ ശ്രമിച്ചവരാണ് നസ്രത്തുകാർ. പക്ഷേ നസ്രത്ത് ഇന്ന് ഒത്തിരി ഫേമസാ. ന്യൂയോർക്കിനേക്കാൾ, കാലിഫോർണിയയേക്കാൾ, സിംഗപ്പൂരിനേക്കാൾ നസ്രത്ത് ഇന്ന് രാത്രി ഒത്തിരി ഫേമസ് ആണ്. നിന്റെ ദേശം നിന്റെ അഭിഷേകത്തിൽ ഫേമസ് ആകാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്ക. നിന്റെ അഭിഷേകം നിന്റെ ദേശാധിപതിയുടെ മുഖത്തെ ഉടയ്ക്കാൻ പോകുക. എൻ്റെ ദേശക്കാരോട് ക്ഷമിക്കണമേ, എൻ്റെ വീട്ടുകാരോട് ക്ഷമിക്കണമേ. എന്നെ വളർത്തേണ്ടവർ എന്നെ ഉപേക്ഷിച്ചു, അവരോട് നീ ക്ഷമിക്കണമേ. എൻ്റെ കൂടെ നടന്ന ജനം ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ നടന്ന ജനം എന്നിൽ നിന്ന് നന്മ അനുഭവിച്ചവരാണ്. അടുത്തിരിക്കുന്നവരെ നിൻ്റെ വിരോധമില്ലെങ്കിൽ, അടുത്തിരിക്കുന്നവർ നിൻ്റെ സ്നേഹിതരാണെങ്കിൽ തൊട്ട് പറഞ്ഞേ, പലരെന്നിൽ നിന്ന് നന്മ അനുഭവിച്ചു. പെട്ടെന്ന് പറഞ്ഞേ, പലരെന്നിൽ നിന്ന് നന്മ അനുഭവിച്ചു. യേശു കർത്താവ് തൻ്റെ കൈവച്ച് അനേകരെ സൗഖ്യമാക്കി. യേശു കർത്താവ് ഒത്തിരി പേർക്ക് വചനം കൊടുത്തു. യേശു കർത്താവ് ഒത്തിരി പേർക്ക് അപ്പം കൊടുത്തു. അപ്പം കൊടുത്തവർ, വചനം കൊടുത്തവർ, സൗഖ്യം കൊടുത്തവർ അവനെ നോക്കി പറഞ്ഞു, അവനെ ക്രൂശിക്കുക. സ്തോത്രം. യേശു അവരോട് പറഞ്ഞു, അവൻ്റെ നന്മ അനുഭവിച്ചിട്ട് അവനെ തള്ളിയ ജനത്തെ നോക്കി ഒരിക്കൽ കൂടെ, അവൻ നിന്റെ നന്മ അനുഭവിച്ച് നിന്നെ തള്ളിയ ജനമുണ്ട്. വിളിച്ചു പറഞ്ഞാട്ടെ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ.
ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്ത ഒരുത്തനുണ്ടായിരുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ വിശ്വസിച്ച് യവനാണ് എൻ്റെ അടുത്ത ലീഡർ എന്ന് പറഞ്ഞിട്ടോ, യവനാ എൻ്റെ അടുത്ത ലീഡർ, യവനാ എൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞിട്ടാ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ കൊടുത്തത്. പക്ഷെ അവൻ സ്തോത്രം അവനെ തള്ളി പറഞ്ഞു, പ്രാകാൻ തുടങ്ങി. സ്തോത്രം എന്ന് തിരുവചനം പറയുന്നു. ആ തള്ളി പറഞ്ഞ പത്രോസിനോട് ക്ഷമിക്കണമേ. പണസഞ്ചി കൊടുത്ത ഒരു ഖജാജി ഉണ്ടായിരുന്നു. പണസഞ്ചി കൊടുത്തതായ ഖജാജി, അവൻ്റെ പേര് യൂദ എന്നാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് പൈസ എടുക്കുമായിരുന്നു, യേശുവിന് അറിയാം. പക്ഷെ അവനെ കാണിച്ചു കൊടുത്തവനോട് ക്ഷമിക്കണമേ. ദൈവമക്കളെ, ഒത്തിരി പേർ നിന്നെ കാണിച്ചു കൊടുത്തു, ഒത്തിരി പേർ നിന്നെ തള്ളി പറഞ്ഞു. മുറിവ് കെട്ടേണ്ടവർ നിന്നെ മുറിച്ചു, കണ്ണുനീർ തുടയ്ക്കേണ്ടവർ നിന്നെ കരയിപ്പിച്ചു, നിന്നെ വളർത്തേണ്ടവർ നിന്നെ തകർത്തു, നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ നിന്നെ മുറിവേൽപ്പിച്ച് അടിച്ചോടിച്ചു, നിന്നെ അനുഗ്രഹിക്കേണ്ടവർ നിന്നെ ശപിച്ചു. ഈ വീണ ലോകത്ത് എൻ്റെ അപ്പച്ചൻ പറയുന്നു, 2025 നിനക്കുള്ള പ്രവചന ദൂതാണ്. 2025 ദൈവത്തിന്റെ നീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. ദൈവത്തിന്റെ നീതി നിന്റെ സഭയിൽ, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നു. ക്ഷമിക്കുക, മനഃപൂർവ്വം ക്ഷമിക്കുക. ഒറ്റ പോയിന്റ് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. മനഃപൂർവ്വം ക്ഷമിക്കുക. ഹാർഡാണ്, പക്ഷെ മനഃപൂർവ്വം ക്ഷമിക്കുക. കാരണം അടുത്ത പ്രാവശ്യം ബ്രദർ സുരേഷ് ബാബു വരുമ്പോൾ നിന്റെ അവസ്ഥ ഇതുപോലെയല്ല. ദേവദാസന്മാരെ, അടുത്ത പ്രാവശ്യം നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുന്നെങ്കിലും വന്ന് എന്നോട് പറയണം, നിന്റെ അവസ്ഥ ഇതുപോലെയല്ല. നിന്നിച്ചവൻ്റെ മുൻപിൽ തന്നെ ദൈവം നിന്നെ മാനിക്കുവാൻ വേണ്ടി പോകുന്നു. നിന്നെ കാർക്കിച്ച് തുപ്പിയവർ തല ഉയർത്തി നോക്കുന്ന ദിവസങ്ങൾ കടന്നു വരുവാൻ വേണ്ടി പോകുന്നു. നിന്നെ അവഹേളിച്ചതായ ജനത്തിന്റെ നടുവിൽ താഴ്വരകൾ നീ തകർന്നു പോകാതെ ഗമാൻ പേടയ്ക്ക് തത്തുല്യമായി ഗിരികളിൽ ദൈവം നിന്നെ നിർത്തിയാണ്. ഈ രാത്രി ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ താഴ്വരയിൽ നിന്ന് നീ പുറത്തു വരുന്ന യേശുവിന്റെ നാമത്തിൽ മാൻപേടയ്ക്ക് തത്തുല്യമായി നിന്റെ ഗിരികളിൽ നിന്ന് നിൽക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആര് ഉയർത്തപ്പെട്ടോ? ക്രിസ്തണ്ടത്തിൽ, ക്രിസ്തീയ സമൂഹത്തിൽ ആരാണോ മാനിക്കപ്പെട്ടത്, ആരാണോ സ്തോത്രം ഉയർത്തപ്പെട്ടത്, പ്രതികാരം കൊണ്ട് നടന്നവനല്ല, പകരം ചോദിച്ചവനല്ല, ക്ഷമിച്ചവനാണ്. ഒരിക്കൽ കൂടെ, പ്രതികാരം കൊണ്ട് നടന്നവനല്ല, പകരം ചെയ്തവനല്ല, സ്തോത്രം ക്ഷമിച്ചവനാണ്. ആ പാസ്റ്റർ അങ്ങനെ പറഞ്ഞു, ആ കീബോർഡിസ്റ്റ് ഇങ്ങനെ പറഞ്ഞു, ആ കൊയറുകാർ ഇങ്ങനെ പറഞ്ഞു. അടുക്കി വെച്ചിരിക്കുന്ന ഫയലുണ്ടല്ലോ, ആ കയ്പിൻ്റെ ഫയല് ഇന്ന് രാത്രി ഡിലീറ്റ് ചെയ്താട്ടെ. എൻ്റെ ഫോണിൽ എന്തെങ്കിലും വൈറസ് കയറിയാൽ ആ വൈറസും കൊണ്ട് ഞാൻ നടക്കത്തില്ല. അത് അറ്റ ഗ്ലാൻസ് ഉടനെ തന്നെ അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് പോലെ നിന്നെ സ്ലോ ചെയ്യുന്ന, നിന്നെ വേഗത കുറയ്ക്കുന്ന, നിന്റെ ജ്വലനത്തെ കെടുത്തുന്ന, നിന്റെ മൂർച്ചയെ കുറയ്ക്കുന്ന സകല കയ്പിനെ, സകല പ്രതികാരത്തെ, എല്ലാ ക്ഷമയില്ലായ്മയെ യേശുവിന്റെ നാമത്തിൽ എടുത്ത് പുറത്തുകളാം. ആര് ഉയർത്തപ്പെട്ടോ, ആര് മാനിക്കപ്പെട്ടോ, എല്ലാവരും ക്ഷമിച്ചവരാണ്. 17-ാമത്തെ വയസ്സിൽ രണ്ടുപേർക്ക് രണ്ട് കാര്യം നടന്നു. 17-ാമത്തെ വയസ്സിൽ ഒരുത്തൻ സ്വപ്നം കണ്ടു. 17-ാമത്തെ വയസ്സിൽ വേറൊരുത്തൻ മല്ലൻ്റെ തലയെ വെട്ടിയെടുത്തു. ആരും മിണ്ടുന്നില്ല. നിന്റെ മക്കൾക്ക് 17 വയസ്സുണ്ടെങ്കിൽ ക്രിക്കറ്റ് ബാറ്റല്ല മേടിച്ചു കൊടുക്കേണ്ടത്. കമോൺ, ഹല്ലേലൂയ. 17-ാമത്തെ വയസ്സിൽ ദാവീദ് ഗോലിയാത്തിന്റെ തലയെ വെട്ടിയെടുത്തു. 17-ാമത്തെ വയസ്സിൽ പാപ്പ ഞാനൊരു സ്വപ്നം കണ്ടു. യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കൾ സ്വപ്നങ്ങൾ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ ദർശനങ്ങൾ വ്യാഖ്യാനിക്കട്ടെ. ഈ തലമുറ ഡ്രഗ്സിനല്ല. എത്ര പേര് സ്വതന്ത്രം പറയുമെന്ന് എനിക്കറിയാത്തില്ല. ഈ തലമുറ ഡ്രഗ്സിനല്ല, ഈ തലമുറ ആൽക്കഹോളിനല്ല, ഈ തലമുറ രാഷ്ട്രീയത്തിനല്ല, ഈ തലമുറ ക്യാമ്പസ് രാഷ്ട്രീയത്തിനല്ല. ഈ തലമുറ ഭൂതങ്ങളെ പുറത്താക്കട്ടെ. ഈ തലമുറ രോഗികളെ സൗഖ്യമാകട്ടെ. ഈ തലമുറ പ്രവചിക്കട്ടെ. ഈ തലമുറ പ്രസംഗിക്കട്ടെ. ഈ തലമുറ ദൈവത്തിന്റെ അഭിഷേകം ചുമക്കട്ടെ. ശംബാലാനേരിയ സേഠരി 17-ാമത്തെ വയസ്സിൽ സ്വപ്നം കണ്ടപ്പോൾ സഹോദരന്മാർക്ക് അവനോട് സ്തോത്രം അസൂയ തോന്നി.
നിങ്ങൾക്കറിയാം സ്റ്റോറി. അവന് സ്തോത്രം, അവൻ്റെ വസ്ത്രം വലിച്ചൂരി, അവൻ്റെ പല നിറത്തിലുള്ള അങ്കിയെ വലിച്ചൂരി അവനെ പൊട്ടക്കിണറ്റിൽ ഇട്ടു. പക്ഷെ അവൻ്റെ വസ്ത്രത്തെ ഊരാൻ പറ്റിയുള്ളൂ, അവൻ്റെ സ്വപ്നത്തെ മോട്ടിക്കാൻ പറ്റിയില്ല. ഈ ലോകത്തിൽ അപ്പം തന്ന വസ്ത്രം അവന്മാർക്ക് മോട്ടിക്കുക, പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്റെ ഉള്ളിൽ പകർന്ന അഭിഷേകം ഉണ്ടല്ലോ. ഓ കമാൺ, ഏറ്റെടുക്ക. യെസ് യെസ്, ദൈവം തന്നത് മോഷ്ടിപ്പാൻ അവർക്ക് കഴിയത്തില്ല. ദൈവം തന്നത് മോഷ്ടിപ്പാൻ കഴിയുക. അടിമ ചന്തയെ നിർത്തി. ആ വസ്ത്രത്തെ ഉയർത്തി കാണിയിട്ട് പറഞ്ഞു, നിന്റെ മകൻ യോസേഫ് ചത്തുപോയി. അപവാദം പറഞ്ഞു. വീണ്ടും ആ ചേച്ചി അപവാദം പറഞ്ഞു. അതിനെ കൊണ്ടുപോയി ജയിലിലിട്ടു. അതിനിങ്ങനെ 17-ാമത്തെ വയസ്സ് മുതൽ താൻ അനുഭവിച്ച ഒത്തിരി കഷ്ടങ്ങൾ, ഒത്തിരി കഷ്ടങ്ങൾ 17-ാമത്തെ വയസ്സ് മുതൽ സ്തോത്രം താൻ അനുഭവിച്ച കഷ്ടങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ തിരുവചനം പറയുന്നു, ആരൊക്കെ അസൂയപ്പെട്ടിട്ടും, ആരൊക്കെ കുഴിയിലിട്ടിട്ടും, ആരൊക്കെ വിറ്റിട്ടും, ആരൊക്കെ അപവാദം പറഞ്ഞിട്ടും, ആരൊക്കെ ജയിലിലിട്ടിട്ടും, ദൈവത്തിൻ്റെ ടൈമായപ്പോൾ ആരല്ലോ ദൈവത്തിൻ്റെ ടൈം ഇന്ന് രാത്രി വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സീസണിലേക്ക് ആരോ കയറുകയാണ്. കമാൺ, കൈ അടിക്കുന്നെങ്കിൽ നേരെ കരങ്ങൾ അടിക്കും. ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടും അവൻ്റെ കസേരയെ തടയാൻ പറ്റിയില്ല. അവൻ പ്രധാനമന്ത്രിയായി. സ്തോത്രം. അവൻ പ്രധാനമന്ത്രിയായപ്പോൾ ബൈബിൾ പറയുന്നു, സ്തോത്രം, അതെ, അവന് 2 മക്കൾ ജനിച്ചു. എൻ്റെ പിതൃഭവനവും എൻ്റെ സങ്കടകാലവും എൻ്റെ പിതൃഭവനവും ഒക്കെയും ഞാൻ മറന്നു എന്ന് പറഞ്ഞ് മൂത്തവനവന് എഫ്രീം, മൂത്തവനവന് മനശ്ശെ എന്ന് പേരിട്ടു. ഒരിക്കൽ കൂടെ, എൻ്റെ സകല കഷ്ടതയും ഞാൻ മറന്നു, എൻ്റെ പിതൃഭവനവും മറന്നു, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും ഞാൻ മറന്നു എന്ന് പറഞ്ഞ് യോസേഫ് മൂത്തവന് മനശ്ശെ എന്ന് പേരിട്ടു. രാത്രി പഴയ കയ്പുകൾ കൊണ്ട് നടക്കല്ല, ചിലതിനെ മറക്കാനുണ്ട്. അതെങ്ങനെയാ ബ്രദർ മറക്കാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞുതരാം എങ്ങനെ മറക്കാൻ പറ്റുന്നത്. ക്ഷമിക്കുന്നവന് മാത്രമേ മറക്കാൻ പറ്റത്തുള്ളൂ. സൈക്കോളജിസ്റ്റിന് അത് പറഞ്ഞു തരാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ സർവീസിൻ്റെ നിയന്ത്രണം ഏറ്റിരിക്കുന്ന, ഈ മീറ്റിങ്ങിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനത് ചെയ്യുവാൻ കഴിയും. എല്ലാ വൈറസുകളും ഇന്ന് രാത്രി പുറത്തു പോകട്ടെ. കമാൺ. യെസ്. മറക്കേണ്ടത് മറക്കുവാൻ, ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കാൻ. ദൈവം എന്നെ തൊടണമെന്ന് പറയുന്നവർ കരങ്ങളെ ഉയർത്തിയാട്ടെ. മറക്കേണ്ടത് മറക്കാൻ ദൈവം എന്നെ തൊടണമെന്ന് പറയുന്നവർ എത്രത്തോളം നിങ്ങളുടെ കരങ്ങൾ ഉയർത്താൻ മക്കളെ കരങ്ങളെ ഉയർത്തി പിടിക്കുക. ആ കൈ ഉയർത്തിയവർ വേഗത്തിൽ എഴുന്നേറ്റ് മുന്നിൽ വന്നാട്ടെ. ആ കൈ ഉയർത്തി എല്ലാവരും, എല്ലാ വിശ്വാസി, എല്ലാ അമ്മച്ചിമാരെ, എല്ലാ അപ്പച്ചന്മാരെ, എല്ലാ സഹോദരന്മാരെ, എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരും, ആ സൈഡിലിരിക്കുന്നവർ, ഏറ്റവും പിൻപിൽ നിൽക്കുന്നവർ വേഗത്തിൽ മുന്നിൽ വന്നാട്ടെ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. എഴുന്നേറ്റ് വന്നേ എല്ലാവരും. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മറ്റു സഭകളിൽ നിന്ന് വന്നവരാണോ? വരിക മുന്നിലേക്ക് എല്ലാവരും. ഹല്ലേലൂയ, ഹല്ലേലൂയ,
കരങ്ങളെ ഉയർത്തി. നീ നല്ലവൻ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ യേശുവേ, സർവ്വവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഇരു കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ. ശബ്ദമുയർത്തി നീ എന്നും സ്തുതി ദൈവമേ, നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനം സ്വീകരിപ്പാൻ എന്നും യോഗ്യനാണ്. അക്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. കണ്ണുകളെ നിർബന്ധമായി അടച്ച് അക്കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. Thank you Lord. Come on. Come on. Thank you Lord. എല്ലാ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുന്നു. ആരോ പറയുന്നു, എനിക്ക് പുറത്തല്ല പ്രശ്നം, എൻ്റെ വീട്ടിലാണ് പ്രശ്നം, എൻ്റെ രക്തബന്ധത്തിൽപ്പെട്ടവരാണ് പ്രശ്നം. മനുഷ്യന് മുൻപിൽ നിങ്ങൾക്ക് കരയാൻ പറ്റില്ല. നിർബന്ധമായി കണ്ണുകൾ അടച്ച് കർത്താവിന് മുൻപിൽ കണ്ണുനീരോട് നിന്നാട്ടെ. രാത്രി നിനക്ക് വിടുതലാണ്. ആരോ പറയുന്നു അണക്കേണ്ടവരാണ് അടിച്ചത്. ആരോ പറയുന്നു ഉയർത്തേണ്ടവരാണ് തകർത്തത്. എന്നെ കവർ ചെയ്യേണ്ടവരാണ് എന്നെ നഗ്നരാക്കിയത്. എന്നെ മുറിവ് കെട്ടേണ്ടവരാണ് എന്നെ മുറിച്ചത്. വേണമെന്ന് വെച്ച് എന്നെ തള്ളി, വേണമെന്ന് വെച്ച് എന്നെ കുഴിയിലിട്ടു, വേണമെന്ന് വെച്ച് എന്നെ വിറ്റുകളഞ്ഞു, വേണമെന്ന് വെച്ച് അവർ അപവാദം പ്രചരിപ്പിച്ചു, വേണമെന്ന് വെച്ച് ഞാൻ ചത്തുപോയി, ഞാൻ നിലനിൽക്കത്തില്ലെന്ന് പറഞ്ഞു. നിലവിളിക്ക്. മൗനമായി നിൽക്കരുത്, മൗനമായി നിൽക്കരുത്. സഹോദരന്മാരെ, ആ പിൻപിൽ നിൽക്കുന്നവരെ മൗനമായി നിൽക്കരുത്. ഈ സമയം കളയല്ല. ഇതുവരെ ഒരവസരം കിട്ടത്തില്ല. യെസ്, നിന്റെ അകത്ത് കിടക്കുന്ന ദുഃഖം, നിന്റെ അകത്തുള്ളതായ വ്യഥ, നീ പുകയുന്ന ഒരു അഗ്നിപർവ്വത, നീ പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ്. ആ പുകയുന്ന അഗ്നിപർവ്വതമാകുന്ന നീ നിന്റെ അകത്ത് കിടക്കുന്ന എല്ലാ ദുഃഖത്തെ, എല്ലാ വേദനയെ, എല്ലാ നിലവിളിയെ യേശുവിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞേ. കമോൺ, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക, ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുക. യെസ് യെസ്, എല്ലാ കോണുകളിൽ നിന്ന് പ്രാർത്ഥനാ സ്വരം ഉയരട്ടെ. എല്ലാ കോണുകളിൽ നിന്ന് പ്രാർത്ഥനാ ശബ്ദം ഉയരട്ടെ. വലിയൊരു ഭാവി, വലിയൊരു ഭാവി നിന്റെ മുൻപിലുണ്ട്. ഞാൻ ആവർത്തിക്കുന്നു, വലിയൊരു ഭാവി നിന്റെ മുൻപിലുണ്ട്. വലിയൊരു അനുഗ്രഹം നീ ചുമക്കാൻ പോവാ. വീണ്ടും വലിയൊരു അനുഗ്രഹം നീ ചുമക്കാൻ പോവാ. ശുശ്രൂഷകരെ, വലിയൊരു ശുശ്രൂഷ നിന്റെ മുൻപിലുണ്ട്. 10,000-ങ്ങൾക്ക് നീ ഒരു പിതാവാണ്, 10,000-ങ്ങൾക്ക് നീ ഒരു മാതാവാണ്. അതിനെ തടയുന്ന സകല ഉറവകളെ, അതിനെ തടയുന്ന ആ ഉറവയെ തടയുന്ന എല്ലാ പായലിനെ, ആ ഉറവയെ തടയുന്ന സകല വണ്ടലിനെ ഇന്ന് പകൽക്കാലം ഒരു കിണറിനെ ക്ലീൻ ചെയ്യുന്നത് പോലെ, ഒരു കിണറിന്റെ ഉറവയെ തുറന്നു വിടുന്നത് പോലെ കർത്താവ് തുറന്നു പിടിക്കുകയാണ്, തുറന്നു പിടിക്കുകയാണ്, തുറന്നു പിടിക്കുകയാണ്.
യെസ് 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 യെസ്. ഉറവകൾ തുറക്കുന്നു, ഉറവകൾ തുറക്കുന്നു. പുല്ലൂർ കോണത്ത് ഉറവകൾ തുറക്കുന്നു, പുല്ലൂർ കോണത്ത് ഉറവകൾ തുറക്കുന്നു, പുല്ലൂർ കോണത്ത് ഉറവകൾ തുറക്കുന്നു, പുല്ലൂർ കോണത്ത് ഉറവകൾ തുറക്കുന്നു. നിന്റെ ഉള്ളിൽ ഉറവ തുറക്കുന്നു. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ദൈവദാസന്മാരുടെ ഉള്ളിൽ ഉറവകൾ തുറക്കുന്നു. ഓർക്കസ്ട്രയുടെ ഉള്ളിൽ ഉറവകൾ തുറക്കുന്നു. ക്വയറിന്റെ ഉള്ളിൽ ഉറവകൾ തുറക്കുന്നു. പാസ്റ്റേഴ്സിന്റെ ഉള്ളിൽ ഉണർവിന്റെ ഉറവകൾ, ഉണർവിന്റെ ഉറവകൾ, ഉറവകൾ തുറക്കുന്നു. Come on, take it. ആരാണ് കരയിപ്പിച്ചേ? ആരാ മറന്നത്? ആരാ പ്രശ്നം ഉണ്ടാക്കിയേ? ആരാ നിന്റെ സ്വസ്ഥത കെടുത്തിയേ? ആരാ വിരൽ ചൂണ്ടിയേ? ആരാ കള്ള കേസ് കൊടുത്തേ? രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്, ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്, രണ്ട് കരങ്ങളെ സ്വന്തം മാർവോട് ചേർത്ത് വെച്ച്. ആര് കുനിഞ്ഞു നിൽക്കരുത്, സ്വർഗത്തിലേക്ക് നോക്ക്. ഒരിക്കൽ കൂടെ സ്വർഗത്തിലേക്ക് നോക്ക്. കുനിഞ്ഞു നിൽക്കരുത്, സ്വർഗത്തിലേക്ക് നോക്ക്. ആരാ നിന്നെ കരയിപ്പിച്ചേ? യേശുവിനോട് പറ. മേ ബി അപ്പനായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, കുടുംബാംഗങ്ങളായിരിക്കാം, പാസ്റ്റേഴ്സ് ആയിരിക്കാം, വിശ്വാസികളായിരിക്കാം. കമോൺ പറ, പറ. യെസ് യെസ് യെസ്. കണ്ണടച്ച് പ്രാർത്ഥിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കും. യെസ് ലോർഡ്. എല്ലാ കയ്പും പുറത്തു പോകട്ടെ, എല്ലാ പകയും പുറത്തു പോകട്ടെ. യോസെഫിന്റെ ദൈവം നിന്റെ നിലവിളി ശ്രദ്ധിക്കുന്നു. ഒരിക്കൽ കൂടെ, യോസെഫിന്റെ ദൈവം നിന്റെ കണ്ണുനീരിന്റെ പ്രാർത്ഥന കേൾക്കുന്നു. യോസെഫിന്റെ ദൈവം ഈ ജൂലൈ മാസം 26-ാം തീയതി നിന്റെ അരികിൽ ഇറങ്ങി നിൽക്കുന്നു. യോസെഫിന്റെ ദൈവം നിരാത്രി നിന്റെ അരികിലുണ്ട്. നിലവിളിച്ചു പറ. യെസ്. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? കണ്ണുകൾ അടച്ച് ഒരു മിനിറ്റ്. കയ്പ് വേണ്ട, പക വേണ്ട, കയ്പ് വേണ്ട, പക വേണ്ട, വിരോധം വേണ്ട. അവരോട് ക്ഷമിക്കണമേ, അവരോട് ക്ഷമിക്കണമേ. വാ തുറന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും പിൻപിൽ നിൽക്കുന്ന ചേച്ചിമാര്, സഹോദരിമാര്, ഏറ്റവും പിൻപിൽ നിൽക്കുന്ന ചേട്ടന്മാര്, സഹോദരന്മാര്, മുന്നിൽ നിൽക്കുന്നവർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ക്ഷമിച്ചു പ്രാർത്ഥിക്കൂ കുട്ടി. ആ ടീച്ചേഴ്സിനോട് ക്ഷമിക്കുക, ആ കൂടെ പഠിച്ചവരോട് ക്ഷമിക്കുക. അവരുടെ മുൻപിൽ ദൈവം തന്നെ മാനിക്കുന്നു. അവരുടെ മുൻപിൽ ദൈവം തന്നെ മാനിക്കും. കണ്ണുനീരോട് പ്രാർത്ഥിക്കും. മൗനമായി പ്രാർത്ഥിക്കേണ്ട രാത്രിയല്ല ഇത്. മനഃപൂർവമായി കണ്ണുകളടച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കും. നിങ്ങളുടെ ശബ്ദം നിങ്ങൾ കേൾക്കണം. നിലവിളിച്ച് പ്രാർത്ഥിക്കും. മനഃപൂർവമായി ഞാൻ അവരോട് ക്ഷമിക്കുന്നു. മൂത്ത മകന് മനശ്ശെ എന്ന് പേരിട്ടു. എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. എൻ്റെ പിതൃഭവനവും എൻ്റെ സങ്കടകാലം മുഴുവൻ ഞാൻ മറന്നു. നോക്കിയേ ഒരു പോയിന്റ് കൂടെ എനിക്ക് പറയാനുണ്ട്. 1-2 വെളിപ്പാടുകൾ കൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതലിന് വേണ്ടി, നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതം പണിയപ്പെടാൻ വേണ്ടി. ഞാൻ ഇന്ന് രാത്രി പറയുന്നത് പ്രസംഗമല്ല, ലൈഫ് ബിൽഡിംഗ് ആണ്. ജീവിതം പണിയുന്നതാണ്.
ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷയുള്ളൂ. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. കേൾക്ക, എൻ്റെ പിതൃഭവനത്തെയും എൻ്റെ ഇന്നലകളെയും യോസഫ് എന്ത് ചെയ്തു? അവൻ മറന്നു. അവൻ ക്ഷമിച്ചത് കൊണ്ടാണ് അവന് മറക്കാൻ പറ്റിയത്. നോക്കിയ മക്കളെ, നോക്കിയ സഹോദരന്മാരെ, അങ്ങനെ ക്ഷമിച്ചവൻ മറന്നത് കൊണ്ടാണ് അവന്, ഇതൊരു താക്കോല, അവന് സ്തോത്രം സ്റ്റോർ ഹൗസിൻ്റെ താക്കോൽ പിടിപ്പാൻ കഴിഞ്ഞത്. സ്റ്റോർ ഹൗസ്, ഭണ്ഡാരശാലയുടെ താക്കോൽ അവന് പിടിപ്പാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രി ഉണർവിൻ്റെ ഭണ്ഡാരശാലകൾ ആരൊക്കെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടി പോകുകയാണ്. ഞാൻ ആവർത്തിക്കും, ഉണർവിൻ്റെ ആയിരങ്ങളെ പതിനായിരങ്ങളെ പോഷിപ്പിക്കുന്ന ഭണ്ഡാരശാലകൾ നിനക്കായി സ്വർഗത്തിലെ ദൈവം തുറക്കാൻ പോവാ. വിശന്നു വരുന്ന ലക്ഷക്കണക്കിന് ആത്മാക്കൾക്ക് വിളമ്പുവാൻ, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആത്മാക്കൾക്ക് വിളമ്പുവാൻ ഭണ്ഡാരശാലകൾ. സഹോദരന്മാരെ, വിശന്നു വരുന്നവന് വിളമ്പുവാൻ ഭണ്ഡാരശാലകൾ. അതാണ് നിന്റെ സഭ, അതാണ് നിന്റെ ശുശ്രൂഷ. കരങ്ങൾ അടിക്കട, ശക്തിയോടെ കരങ്ങൾ അടിച്ച് ആരാധിക്കുക. ആർക്കുമില്ലാത്തത് നീ വിളമ്പം. നിനക്ക് ഇഷ്ടപ്പെടുന്ന അറിയത്തില്ല, ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ആർക്കുമില്ലാത്തത് നീ വിളമ്പം. കേരളത്തില്, ഈ തെക്കൻ കേരളത്തില്, തമിഴ്നാട്ടില് വേറെ ആരും പറയാത്ത വെളിപ്പാടുകളായിരിക്കും ഇന്ന് രാത്രി മുതൽ അധരം തുറക്കുമ്പോൾ നീ പറയേണ്ടത്. ഏറ്റെടുക്ക. ആരുടെ സ്റ്റോർ ഹൗസിൽ ഇല്ലാത്തത്, ആരുടെയും സ്റ്റോർ ഹൗസിൽ ഇല്ലാത്തത് വിളമ്പുവാ. ദൈവം തന്നെ വിളിക്കുക. യോസഫ് ഈ സ്റ്റോർ ഹൗസിന്റെ താക്കോൽ ഇങ്ങനെ, ജോർജ് പാസ്റ്റർ, ഈ താക്കോലും കൊണ്ട് പുള്ളി നടന്നപ്പോ അവന്റെ കൈകളിലുള്ള ചില പാടുകൾ നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയത്തില്ല. അവന്റെ കൈകളുടെ പാട്, അടിമച്ചന്തയുടെ അടിമയായി അവൻ ആ ജയിലിൽ കിടന്നപ്പോ ചങ്ങല കൊണ്ടുള്ള ഒരു പാടാ. നിങ്ങളുടെ ഉള്ളിലെല്ലാം ചില പാടുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ അനുഭവിച്ച ചില പല പാടുകളുണ്ട്. പക്ഷെ പ്രവചനാത്മാവിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ സ്കാറുകൾ നാളത്തെ സ്റ്റാറുകളാണ്. ആരൊക്കെ കാരണമാണോ നിങ്ങൾ വേദന അനുഭവിച്ചത്, മുറിവേറ്റത്, സ്കാർസ് അനുഭവിച്ചത്, കേക്ക്, അവന് നാഷണലി ഇന്റർനാഷണലി അവനതാ സ്തോത്രം പോഷിപ്പിക്കുമ്പോൾ നാഷണലി ഇന്റർനാഷണലി രാജ്യങ്ങൾ അവൻ്റെ മുൻപിൽ വന്നു കൂടി അവൻ വിളമ്പുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ സഭകളുടെ എല്ലാറ്റിൻ്റെ മുൻപിൽ രാജ്യങ്ങൾ കൂടുവാൻ വേണ്ടി പോകുകയാണ്. ഏറ്റെടുക്കണം. ഞാൻ പോകും, പക്ഷെ ഇതൂത് പോകത്തില്ല. രാജ്യങ്ങൾക്ക് വിളമ്പുവാൻ ജനം ഒരുങ്ങട്ടെ. ശബ്ദമുയർത്തി അന്യഭാഷ പറയാൻ ആരെങ്കിലും ഉണ്ടോ? You are going to feed the nations of the world. You are going to feed the nations of the world. രാജ്യങ്ങൾക്ക് വേണ്ടി വിളമ്പുവാൻ ജനം ഒരുങ്ങപ്പെടട്ടെ. അവനങ്ങനെ വിളമ്പി നിൽക്കുമ്പോൾ, അവനങ്ങനെ വിളമ്പി നിന്നപ്പോൾ ഒരു ദിവസം എൻ്റെ പേഴ്സണൽ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു, സർ, പ്രൈം മിനിസ്റ്റർ സർ, പ്രധാനമന്ത്രി യോസഫ് സർ, നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. എവിടെന്നാ? നമുക്ക് കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ട്. അവരെ കനാൻ നാട്ടിൽ നിന്നാ വന്നേ. റിയലി? ഉള്ളിൽ പറഞ്ഞു, ഞാൻ എവിടെ നിന്നാണല്ലോ വന്നേ. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ കൊടുത്തോ, ആ കനാൻ നാട്ടിൽ വന്നവരെ ഇങ്ങോട്ട് വിട്. അപ്പോഴല്ലേ കഥാപാത്രം തന്നെ അണ്ണന്മാര് വരണു. അതെ, അണ്ണന്മാര് വരുന്നു. ദൂതിതാണ്. ആരാണോ നിന്നെ കരയിപ്പിച്ച്, ആരാണോ നിന്നെ വേദനിപ്പിച്ച്, ആരാണോ നിന്നെ തള്ളിയ, ആരാണോ അപവാദം പറഞ്ഞത്,
ആരാണോ നീ തീർന്നെന്ന് പറഞ്ഞത്, ആരാണോ നിന്നെ തകർത്തത്, അവര് വരുന്ന ഡിസംബർ 31-നകത്ത്, വരുന്ന ഡിസംബർ 31-നകത്ത് അവർ നിന്റെ മുൻപിൽ വന്നിരിക്കും. കാരണം ഇത് ദൈവത്തിന്റെ നീതി നിന്നിൽ വെളിപ്പെടുന്നതായ വർഷമാണ്. എത്ര പേർ ആമേൻ പറഞ്ഞെന്ന് എനിക്കറിയില്ല. ദൈവനീതി നിന്നിൽ വെളിപ്പെടുന്നതായ വർഷമാണ്. സ്തോത്രം. വന്നപ്പോൾ അറിയാം അവരെ, രൂബേൻ, ശിമെയോൻ, ലേവി, യഹൂദ, ആരാണോ വന്നത്. ഞാൻ നിർത്തി. ആരാണോ വന്നത്? 13 വർഷമായി അവന് ഈ പ്രശ്നം തുടങ്ങിയിട്ട്. 17-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. 30-ാമത്തെ വയസ്സിൽ പ്രധാനമന്ത്രിയായി. ആദ്യത്തെ 7 വർഷം, സ്തോത്രം, ആദ്യത്തെ 7 വർഷം അതേ ക്ഷാമമായിരുന്നു, ക്ഷേമമായിരുന്നു. ഇപ്പൊ 2 വർഷം ഏകദേശം കംസെക്കം 2 വർഷം ക്ഷേമം. 7 2 9, സ്തോത്രം, 13. അത്രയും വർഷം 10 22 23 വർഷമായി. സ്തോത്രം, ഈ പ്രോബ്ലത്തിൽ ഇവനിങ്ങനെയായി 13 വർഷം കഷ്ടം അനുഭവിച്ചു. പ്രധാനമന്ത്രിയാവുന്നവരെ 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ. കണക്കൂട്ടി നോക്ക്. 17-ാമത്തെ വയസ്സ് മുതൽ 30-ാമത്തെ വയസ്സ് വരെ 13 വർഷം ഇവൻ മിസ്രയിലായിരുന്നു. നമ്മളായിരുന്നെങ്കിൽ, നമ്മൾ ചിലരായിരുന്നെങ്കിൽ 13 വർഷം യൗമാര് കാരണം ഞാൻ കഷ്ടപ്പെട്ടടേ. ആരെവിടെ? 26 വർഷം യൗമാരെ ജയിലിൽ പിടിച്ചിട്. ഞാൻ കിടന്ന ജയിലുണ്ടല്ലോ. നോ, പ്രതികാരം എൻ്റെ ദൈവത്തിനുള്ളത്. കേക്ക്, ഞാൻ നിർത്തി. ഇതുകൂടെ കേക്ക്. അവരുടെ വയറിനെയും അവൻ നിറച്ചു, അവരുടെ ചാക്കിനെയും നിറച്ചു. ഏറ്റവും നല്ല ഹോബി ക്രിക്കറ്റല്ല, ഫുട്ബോളല്ല, ടെന്നീസല്ല. നിന്നെ കരയിപ്പിച്ചവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഹോബി. നിന്നെ കരയിപ്പിച്ചവന്റെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ഹോബി. വാട്ട് ഈസ് ഗോസ്പൽ മിനിസ്ട്രി? എന്താണ് സുവിശേഷം? എന്താണ് സുവിശേഷ വേല? കരയിപ്പിച്ചവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് സുവിശേഷ വേലയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ തലമുറ ചെയ്യാമോ? ഈ തലമുറയെ ചെയ്യാമോ? 2 കരങ്ങളെ ഒന്ന് ഉയർത്തിയാട്ടെ. കമോൺ, അന്യഭാഷയിൽ ആത്മനിർഭരയിൽ പ്രാർത്ഥിക്കും. മോളെ, ആ കരങ്ങളെ, മോനെ, കരങ്ങളെ ഉയർത്തിക്കുക, കരങ്ങൾ ഉയർത്തിക്കുക, 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കാൻ പോവാ. നീ തകർന്നവളാണ്, നീ തകർന്നവനാണ്. ചിലർ ജീവിതം തീർന്നെന്ന് പറയുന്നവരാണ്. ചത്താമതി 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 എന്ന് പറയുന്നവരാണ്. പക്ഷേ ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കും. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ക്രോസ് ഈസ് എ പ്ലേസ് ഓഫ് ഫോർഗിവ്നെസ്. ഇന്ന് രാത്രി ഈ കരങ്ങള്, ആയിരക്കണക്കിന് ദിവസങ്ങൾ, നൂറുകണക്കിന് ദിവസങ്ങൾ കണ്ണുനീർ തുടച്ച ഈ കരങ്ങളില്ല അങ്ങയുടെ വിടുതലിന്റെ കരം ചലിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി അവരുടെ ജീവിതത്തെ അവിടെ തീർത്താട്ടെ. എല്ലാ വിധത്തിലുള്ളതായ, സകല വിധത്തിലുള്ളതായ ആത്മീയ അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിന്മേൽ റിലീസ് ചെയ്യുന്നു. ആദരിക്കും, അനുഗ്രഹമാക്കും, ദൈവകൃപയിൽ പൊതിയും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ആരാധിച്ചു നാടേ.